കിട്ടുന്ന നോട്ടിഫിക്കേഷൻസും അതുപോലെ നമുക്ക് കിട്ടുന്ന അറിവുകളും വെച്ച് നമ്മൾ ചെയ്തു വരുമ്പോൾ ഓരോന്നിലും രജിസ്ട്രേഷൻ ചെയ്യണം, അതിനകത്തുള്ളത് അപ്ഡേഷൻ ചെയ്യണം. പക്ഷേ നമുക്ക് ജമ്മു വന്നപ്പോൾ ഒറ്റ പ്ലാറ്റ്ഫോമായി, അതായത് എല്ലാവരും അതുവഴിയാണ് ടെൻഡർ വിളിക്കുന്നത്. അപ്പോൾ അതാണ് ജെമ്മിൻ്റെ ഒരു പ്രത്യേകത. ഒന്ന്, ടെൻഡർ ഓപ്പൺ ആക്കി, അതായത് ടെൻഡർ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ബൈ ചെയ്യുക എന്നുള്ളത് ലിമിറ്റഡ് എന്ന് മാറ്റി അതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം, അതായത് ഓപ്പൺ, ഗ്ലോബലി ഓപ്പൺ ആക്കിയത്, ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പോർട്ടലിൽ തന്നെ എല്ലാ എൻറ്റിറ്റിയിലേക്കുമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ ഇന്ത്യ ആക്സസിബിൾ ആണ്. അതായത് കേരളത്തിലിരുന്ന് നമുക്ക് നോർത്ത് ഇന്ത്യയിലോ എവിടെ വേണമെങ്കിലും, വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് എവിടെ വേണമെങ്കിലും നമുക്ക് ടെൻഡർ ചെയ്യാം. നമുക്ക് അത് തോന്നുവാണ്, നമുക്കത് ഫീസിബിൾ ആണ്, നമ്മുടെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ യു പിയിലുള്ള ഒരു കമ്പനിയുടെ ആവശ്യം ഉള്ള പ്രൊഡക്റ്റ് അവരിടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതുവഴി ടെൻഡർ ചെയ്യാം. അപ്പോൾ അവരായിട്ട് നമുക്ക് ടൈപ്പിൻ്റെയോ അല്ലെങ്കിൽ നേരത്തെ ഒരു അറിവോ വേണ്ട. നമുക്ക് ജെമ്മിലുള്ള ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി തന്നെ നമുക്കത് കണ്ടുപിടിച്ച് നമുക്കത് ടെൻഡർ ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു ഇത്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ബിഡ് വരുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് പേർക്ക് കാണാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും കാണാം. ഐ മീൻ, ഇപ്പം നമുക്ക് ലിമിറ്റഡ് ടെൻഡേഴ്സ് വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ ബി പി സി എല്ലിൻ്റെ ടെൻഡറൊക്കെ വരുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടെൻഡർ ലിമിറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, നമുക്ക് ഏതൊരാൾക്കും പബ്ലിക്കിനും ഏത് ടെൻഡർ പബ്ലിഷ് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും. അതിപ്പോൾ നമുക്ക് ഈവൻ ജെം എന്ന് പറയുന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ടില്ല, നമുക്കൊരു രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്കത് കാണാൻ പറ്റും. ആ ടെൻഡർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടെൻഡറിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റും, ആർക്ക് അവാർഡായി എന്നറിയാൻ പറ്റും, എത്ര എമൗണ്ടിന് അവാർഡായി എന്ന് വരെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ട്രാൻസ്പെറൻസി ഭയങ്കര കൂടുതലാണ് ജെമ്മിൽ. മാർക്കറ്റിനെ ടോട്ടലി ഓപ്പൺ ആക്കി, അതുകൂടാണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കി. അപ്പോൾ ഇത്രയാണ് ജെമ്മ് ബാക്കിയുള്ള പോർട്ടലുകളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം. ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെൻറ് തന്നത്. അതായത് നേരത്തെ നമ്മളൊരു ആൾക്കാരെ പോയി കണ്ട് സംസാരിച്ച് വെണ്ടർ കോഡ് എടുത്ത് ഇതെല്ലാം ചെയ്ത് മാത്രമാണ് നമുക്കൊരാളെ കൊട്ടേഷൻ അല്ലെങ്കിൽ ബിഡിങ്ങിലേക്ക് വരാൻ പറ്റുന്നതെങ്കിൽ ആ ഒരു പാർട്ട് ഫുള്ള് ഈസിനെസ് ആക്കി. ഇപ്പോൾ നമുക്ക് ടെൻഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോട്ട് ചെയ്യാം. നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അവർ പറയുന്ന PQC, പ്രീ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഡർ ചെയ്യാൻ പറ്റും. അതാണ് ഗവൺമെൻറ്റിന് ജെം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പോൾ ജെമ്മിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇനി നമുക്ക് കാണാം. ജെമ്മിൻ്റെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ജെമ്മ്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. ജെം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരും. അതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഈ ഒരു ഇതാണ് ജെം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഇതിപ്പോൾ ലോഗൗട്ട് ആയതുകൊണ്ടാണ്, ഇതിപ്പോൾ ലോഗിൻ ആയതുകൊണ്ടായിരുന്നു, എൻ്റെ പ്രൊഫൈൽ ലോഗിൻ ആയിരുന്നു. ഇത് ലോഗൗട്ട്, ഇങ്ങനെയാണ് നമുക്ക് ജെം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വിസിബിൾ ആവുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്കിവിടെ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ട്, സർവീസസ് എന്ന് പറയുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് സെർച്ച് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ചെയർ എന്നൊക്കെ വേണമെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ ചെയർ എന്ന് പറയുന്ന ഐറ്റം എന്താണെന്നുള്ളത് നമുക്കിവിടെ സെർച്ച് ചെയ്യാം. പല കാറ്റഗറീസ് ഉണ്ട്. ഈ കാറ്റഗറീസ് എല്ലാം ഞാൻ ജസ്റ്റ് ഓടിച്ച് പറയാം. കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഈ കാറ്റഗറീസിൽ ഇപ്പോൾ ഞാൻ റിവോൾവിങ് ചെയർ വിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനുഫാക്ചറാണ്. നമുക്കതിൽ ഞെക്കി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം. ജസ്റ്റ് ആമസോൺ പോലെ നമ്മളെ ലിസ്റ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ്, ആദ്യം നമുക്കറിയേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റുകൾ ജെമ്മിൽ ഉണ്ടോ എന്നുള്ളതാണ്. ജെമ്മിൽ ഉണ്ടോ എന്നറിയാൻ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. അതേപോലെ നമ്മുടെ ഇപ്പോൾ സർവീസ് ആണെങ്കിൽ നമുക്ക് സർവീസ് ഇവിടെ സെലക്ട് ചെയ്യുക, നമുക്കിവിടെ സെർച്ച് ചെയ്യുക സർവീസസ് എന്നുള്ളത്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ റിപ്പയർ സർവീസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വരും, റിപ്പയർ ആൻഡ് ഓവർഹോളിംഗ് സർവീസസ്. സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ സർവീസസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. ഇതൊന്നും ലോഗിനോ ഒരു രജിസ്ട്രേഷനോ ഇതിനകത്തൊന്നും ആവശ്യമില്ല. അപ്പോൾ ആ സർവീസസിൽ വേണ്ട കാര്യങ്ങൾ എന്താണ്, മീൻസ് PQC അല്ലെങ്കിൽ ആ സർവീസസിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ, അതെല്ലാം നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമുക്കിതിന് ഈ സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അതായത് ജെമ്മ് പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ പ്രൊഡക്റ്റുകളെ സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അതായത് ഇപ്പോൾ ഒരു ചെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, അതിനകത്ത് ഇത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ അടുത്തത് അറിയേണ്ടത്. അപ്പോൾ ഈ ആമസോൺ എന്ന് പറയുന്നതിലൊക്കെ നമുക്ക് പല ആപ്പുകൾ വഴി നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ എന്തോരം ഡെപ്ത് ഉണ്ടെന്ന് അറിയാൻ പറ്റും. സെയിം സാധനം നമുക്കിവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ഗവൺമെൻറ്റിൽ ജെമ്മിൽ അറിയാൻ പറ്റും. ഇപ്പോൾ സെയിം ചെയർ തന്നെ ഞാൻ അടിക്കാം. ചെയർ, ഇപ്പോൾ റിവോൾവിങ് ചെയർ എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ കാണിച്ചു തരാം. റിവോൾവിങ് ചെയർ എന്നുള്ളത് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ അറിയാം റിവോൾവിങ് ചെയർ എന്നുള്ളത്
വെർഷൻ 5 ഇതുവരെ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ സീറോ അടക്കുന്നതിൻ്റെ കാരണം ഇത് വെർഷൻ 5 ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയറിലാണ് വെർഷൻ 4ലേക്ക് 4ൽ നിന്ന് 5ലേക്ക് വന്നത്, അതുകൊണ്ടാണ് ഇവിടെ സീറോ അടക്കുന്നത്. പക്ഷേ ഈ വെർഷൻ 5 വന്നിട്ട് ഗവൺമെൻറ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ മേടിച്ച ഷെയറിൻ്റെ വാല്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അത്രയും ഡെപ്ത് എത്രയുണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വേറൊരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലുങ്കി എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ്. അപ്പോൾ ലുങ്കി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്കിവിടെ നോക്കാം. കഴിഞ്ഞ വർഷം ഇതിനകത്ത് ഗവൺമെൻറ് ജെമ്മ് വഴി പ്രൊക്യൂർ ചെയ്തത്, അതായത് മാനുഫാക്ചററേന്നോ റീസെല്ലറോ വഴി ജെമ്മ് വഴി ലുങ്കി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊക്യൂർ ചെയ്തത് 113 crores ആണ്. അപ്പോൾ കറണ്ട് വാല്യൂ 134,617 ആണ് കറണ്ട് വാല്യൂ. ഇത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലാണ്, അതായത് 2024-25 ഫിനാൻഷ്യൽ ഇയറിലാണ് ഈ വാല്യൂ കാണുന്നത്. ഇത് കാണുന്നത് 25-26 ഫിനാൻഷ്യൽ ഇയറിൽ ഇതുവരെ പർച്ചേസ് ചെയ്ത വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റും നമുക്കിവിടെ വന്ന് നമുക്ക് ഡെപ്ത് നോക്കാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡെപ്ത്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ഇതുവഴി എന്തെങ്കിലും പർച്ചേസ് ഗവൺമെൻറ് നടക്കുന്നുണ്ടോ ഇല്ലയോ, പല കാര്യങ്ങളും. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ പെൻസില്, പേന, റബ്ബർ, അതേപോലെ സ്റ്റേഷനറി പ്രൊഡക്ട്സ്, ചൂല്. ഇപ്പോൾ ബ്രൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. ബ്രൂം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, സ്വീപ്പിംഗ് ബ്രൂം. അപ്പോൾ അത് ഇപ്പോൾ വെർഷൻ 4 വന്നുകൊണ്ടാണ് ഇവിടെ 0. വെർഷൻ 3 ആയിരുന്നപ്പോൾ ഇവിടെ ലാസ്റ്റ് FI. വെർഷൻ 4 എന്ന് പറയുന്നത് ഇപ്പം ഞാൻ അതും കൂടി ക്ലിയർ ചെയ്ത് പറയാം. വെർഷൻ 4 എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്വീപ്പിംഗ് ബ്രൂം 2009 വർഷമായി ജെം വന്നിട്ട്, ജെം വന്നപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ സ്വീപ്പിംഗ് ബ്രൂമിൻ്റെ ഒരു കാറ്റഗറി ഉണ്ടാവും. ആ കാറ്റഗറിയിൽ പിന്നീട് വന്ന മാറ്റങ്ങൾ വെർഷൻ 1, 2, 3, 4, അതായത് ആ കാറ്റഗറീനെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു സ്പെസിഫിക്കേഷൻ അപ്ഗ്രേഡ് ആകുമ്പോൾ ഇവിടെ വെർഷൻ 4 ആവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ മേടിച്ചേക്കുന്ന ഒരു ഓർഡർ വാല്യൂ, ഈ വർഷം ചൂല് മേടിച്ചേക്കുന്ന ഓർഡർ വാല്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളുടെയും, നമ്മുടെ ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് ഡെപ്ത്, ജെമ്മിൽ പർച്ചേസ് ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിവിടെ വന്ന് സിമ്പിളായിട്ട് നോക്കാം. ഇതിൻ്റെ ഒരു ലോഗിനോ അല്ലെങ്കിൽ ഇതിനകത്തൊരു രജിസ്ട്രേഷനോ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ വരുന്നത് ഇതിൻ്റെ താഴത്തെ FAQs, ട്രെയിനിങ് മൊഡ്യൂൾസ്, ട്രെയിനിങ് കലണ്ടേഴ്സ്, ഇതെല്ലാം വരുന്നുണ്ട്. ഇത് ഞാൻ ലാസ്റ്റ് സെക്ഷനിൽ പറയാം എന്താണ് ഇതിൻ്റെ ട്രെയിനിങ് വരുന്നതെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ജെമ്മും ബാക്കിയുള്ള പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. അതേപോലെ എന്താണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഇപ്പോൾ നമ്മളിവിടെ ലോഗിൻ ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മളിവിടെ ലോഗിൻ ഒക്കെ കഴിയുമ്പോൾ യൂസർ ID അടിക്കുക, ക്യാപ്ച അടിക്കുക, സബ്മിറ്റ് അടിക്കുക. നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ പാസ്വേഡ് അടിക്കാൻ വരും. പാസ്വേഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരാളെ കാണിക്കാൻ വേണ്ടി നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രൊഫൈൽ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നമുക്ക് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത്. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ നമ്മൾ മൈ അക്കൗണ്ട്സിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുന്നത്, നമ്മുടെ ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ്. ഇത് ഡിപ്പെൻസ് ആയിരിക്കും. ലിമിറ്റഡ് കമ്പനികളുടെയും ഈ ഒരു പാറ്റേൺ സെയിം തന്നെയായിരിക്കും, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ലിമിറ്റഡും അതേപോലെ പ്രൊപ്രൈറ്ററി, പാർട്ട്ണർഷിപ്പ് ഡിഫറൻസ് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഒരു ഓവർവ്യൂ ഇങ്ങനെ തന്നെയായിരിക്കും ഇതിനകത്ത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള നമ്മുടെ ഇൻ്റർഫേസ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കൂടാതെ നമുക്കിനി അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ജെം എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു, എന്താണ് ഡിഫറൻസ് എന്നുള്ളത് പറഞ്ഞു, ഇതിനകത്ത് ആരാണ് ഇനി പ്രൊക്യൂർ ചെയ്യുന്നതെന്നുള്ളതാണ്. ആരൊക്കെയാണ് ഇതിലുവഴി പ്രൊക്യൂർമെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ പ്രൊക്യൂർമെൻറ്റ് നടത്തുന്നത് സെൻട്രൽ, സ്റ്റേറ്റ് മിനിസ്ട്രീസ്, PSUs, കോപ്പറേറ്റീവ്സ്, ഓട്ടോണോമസ് ബോഡീസ്, അങ്ങനെയുള്ളവരാണ് ഇതുവഴി ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് BPCL ഇതുവഴിയാണ് പർച്ചേസ് ചെയ്യുന്നത്. HOCL എന്ന് പറഞ്ഞ കമ്പനി ഇതുവഴിയാണ് പർച്ചേസ് ചെയ്യുന്നത്. FACT, SBI, ബാങ്കുകൾ 18 ബാങ്കുകളോളം ഇതുവഴിയാണ് പർച്ചേസ് ചെയ്യുന്നത്. SBI, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂണിയൻ ബാങ്ക്, അങ്ങനെയുള്ള 18 ബാങ്കുകൾ, സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള 18 ബാങ്കുകൾ ഇത് ജെമ്മു വഴിയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ വഴി പർച്ചേസ് ചെയ്യുന്നുണ്ട്, മുനിസിപ്പാലിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഡിഫൻസ്, ISRO,
ഇങ്ങനെയുള്ള എല്ലാവരും ഇതുവഴി തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ പല സർക്കുലറുകളും റിപ്പോർട്ട്സുകളും പ്രകാരം ഓരോ വർഷവും ഈ ജെമ്മിലേക്ക് ചെയ്യണം എന്നുള്ളത്, അതായത് ഒരു എൻഐറ്റിയുടെ ഇത്ര പെർസെൻറ്റേജ് മിനിമം എങ്കിലും ജമ്മു വഴി പർച്ചേസ് ആക്കണം എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ വരുന്നതുകൊണ്ട് തന്നെ ജമ്മു വഴിയുള്ള പർച്ചേസുകൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജെമ്മിലുള്ള ബയ്യേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും അല്ല, 100% ബയ്യേഴ്സും ഗവൺമെൻറ്റാണ്. ഒരു പ്രൈവറ്റ് എൻഐറ്റിയും ഇതുവഴി ബൈ ചെയ്യാൻ പറ്റില്ല. സെല്ലേഴ്സ് നമുക്ക് ആർക്ക് വേണമെങ്കിലും സെല്ല് ചെയ്യാൻ പറ്റും. അതായത് ഗവൺമെൻറ് എൻഐറ്റീസിനും സെല്ല് ചെയ്യാം. അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കമ്പനികൾക്ക് വേണ്ടി ബിഡ് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ സെല്ലർ എന്നുള്ളത് ഗവൺമെൻറ്റിനും ആവാം, പ്രൈവറ്റിനും ആവാം. പക്ഷേ ബയ്യർ എന്നുള്ളത് ഗവൺമെൻറ് മാത്രമാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിനകത്ത് എന്താണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. ഈ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ നമ്മൾ കാണിച്ചു. അതായത് ഒരു തരം മീൻസ് നമ്മൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് പല പ്രൊഡക്റ്റുകൾ, അതായത് നമ്മളുടെ ഏതൊരു പ്രൊഡക്റ്റും ഇതുവഴി മേടിക്കാൻ പറ്റും. ആ ഒരു സാധനം നമുക്ക് ഇതുവഴി ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു മാർക്കറ്റ് ഓപ്പൺ ആണ്. നമുക്കൊരു വെണ്ടർഷിപ്പോ അല്ലെങ്കിൽ ബയ്യറായിട്ട് നേരത്തെ ഉള്ളൊരു സംസാരമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു പരസ്യം കണ്ടു, അതായത് ജെമ്മിലൊരു ടെൻഡറിൻ്റെ പരസ്യം കണ്ടു, നമുക്കതുവഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ പ്രീ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല, നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതിനകത്തുള്ളത് MSME ഉള്ള ഇപ്പോൾ കേരള ഗവൺമെൻറ് ടെൻഡറുകൾ നമുക്ക് കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഡർ ഫീ, അതായത് ബാക്കി പോർട്ടലുകളിൽ നിന്നുള്ളൊരു ഡിഫറൻസ് ആണ് ജെമ്മിൻ്റെ. ടെൻഡർ ഫീ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ജെമ്മിന് ടെൻഡർ ഫീ എന്ന് പറയുന്നൊരു ഐറ്റം ഇല്ല. അതായത് പല ടെൻഡറുകളിലും 5,000, 10,000, 500, 250, 750 അങ്ങനെ പല ടെൻഡർ ഫീസ് ഉണ്ടാവും. അതായത് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് EMD അല്ലാതെ തന്നെ ഒരു ടെൻഡർ ഫീ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടാവും. പക്ഷേ ജെമ്മിന് അങ്ങനെ ഒരു ടെൻഡർ ഫീ ഇല്ല. ഒരു ടെൻഡറെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി MSMEയുടെ വേറെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, നമുക്ക് MSME ഉണ്ടെങ്കിൽ നമുക്ക് EMD വേവർ കിട്ടും. അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ EMD അടച്ചിട്ടാണ് നമുക്ക് ടെൻഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. നമുക്ക് MSME സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടെങ്കിൽ, MSME സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് EMD വേവർ കിട്ടും. EMD വേവർ എന്ന് പറയുന്നത് ആ ടെൻഡർ കവറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആർക്കൊക്കെയാണ് EMD വേവർ എന്നുള്ളത്. അതായത് MSME എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് എന്നുള്ളതാണ്. നമുക്കെപ്പോഴും വേവർ അല്ലെങ്കിൽ എക്സംഷൻസ് അങ്ങനെയെല്ലാം വരുന്നത് MSEക്കാണ്. MSE എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസ്, അതായത് മീഡിയം അതിനകത്തേക്ക് വരുന്നില്ല. അതിൻ്റെ റേഞ്ച് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു MSMEയിൽ M എന്ന് പറയുന്ന ലാസ്റ്റ് മീഡിയം എൻ്റർപ്രൈസസിന് എക്സംഷൻസോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ കുറവെന്നല്ല, അവർക്ക് കിട്ടുന്നില്ല. MSEക്കാണ് കിട്ടുന്നത്. MSE എന്ന് പറയുമ്പോൾ മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ടെൻഡർ കവറിൽ പറഞ്ഞിട്ടുണ്ടാവും MSEക്ക് എക്സംഷൻ ഉണ്ട്. അപ്പോൾ 10 ലക്ഷം രൂപ EMD അല്ലെങ്കിൽ 1 ലക്ഷം രൂപ EMD അടയ്ക്കുന്നിടത്ത് ഈ MSME സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് EMD ഒഴിവാക്കാം. അപ്പോൾ അതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും MSEയിൽ തന്നെ ആർക്കാണ്, അതായത് മാനുഫാക്ചറർക്കും ആസ് പെർ MSME റൂൾസ് എന്ന് പറയുന്നത് മാനുഫാക്ചറർക്കും സർവീസ് പ്രൊവൈഡർക്കും മാത്രമാണ് ഈ MSE ബെനിഫിറ്റ്സ് കിട്ടുക. ട്രേഡർ എന്ന് പറയുന്നൊരു കാറ്റഗറിക്ക് MSE ബെനിഫിറ്റ്സ് കിട്ടത്തില്ല. അപ്പോൾ നേരത്തെ നമുക്കത് പല ആൾക്കാരും ജെമ്മിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജെമ്മിൽ അത് ഡിഫോൾട്ടായിട്ട് റീസെല്ലർക്ക് അത് നോയായിട്ടാണ് ഓപ്ഷൻ വരുള്ളൂ. അതായത് MSEയിൽ തന്നെ ട്രേഡർ ആണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് ഞാൻ ട്രേഡാണ് ചെയ്യുന്ന ആ ബിഡിലെങ്കിൽ എനിക്ക് ശരിക്കും എക്സംഷൻ കിട്ടത്തില്ല. പക്ഷേ മാനുഫാക്ചറർ തന്നെ അത് പ്രൊഡക്റ്റിന് വേണ്ടി ബിഡ് ചെയ്യുകയാണെങ്കിൽ എക്സംഷൻ കിട്ടും. ഇനി ഒരു സർവീസാണ്, ഞാനൊരു സർവീസാണ് അവിടെ ചെയ്യുന്നത്, ഒരു റിപ്പയറിംഗ് സർവീസാണ് അല്ലെങ്കിൽ AC മെയിൻ്റനൻസ് സർവീസാണ്, അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് MSME ഉണ്ടെങ്കിൽ ആസ് എ സർവീസ് സെക്ടർ എനിക്ക് ആ EMD വേവർ എനിക്ക് എക്സംഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് EMD വേവർ ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ആക്ച്വലി ജെമ്മിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സംഷൻസ് കിട്ടുന്നത്. സെൻട്രൽ ഗവൺമെൻറ് പോർട്ടലുകളിൽ ഇപ്പോൾ NICയിലൊക്കെ നമുക്ക് എക്സംഷൻസ് കിട്ടാറുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൽ അങ്ങനത്തെ MSMEയുടെ എക്സംഷൻസ് കിട്ടാറില്ല. പിന്നെ നമുക്ക് വരുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലുള്ള എക്സംഷൻസ് ആണ്. അതായത് MSMEസിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇപ്പോൾ ചില ടെൻഡറുകളിൽ പറയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ MSEക്ക് വേണ്ടി കുറച്ച് എക്സംഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ആ ടെൻഡർ കവറിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും 15% അലവൻസ്, മീൻസ് 15%. അതായത് ഇപ്പോൾ 1 കോടി രൂപയുടെ വർക്ക് ഓർഡറിൻ്റെ പ്രീ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചതെങ്കിൽ ആ ടെൻഡറിൽ മെൻഷൻ ചെയ്തിട്ട് MSEക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക്
15% താഴെ, അതായത് ആ 1 കോടിയിൽ നിന്ന് 15% താഴെയുള്ള എമൗണ്ടിലേക്ക് നമുക്ക് ഉള്ള പ്രീ ക്വാളിഫിക്കേഷൻ നമുക്ക് വെച്ചാൽ മതിയാവും. അതാണ് അതിനകത്ത് പറയുന്ന നമ്മുടെ എലിജിബിലിറ്റിയിലുള്ള എക്സംഷൻസ് പറയാം. ചിലവർ എം എസ് സിക്ക് ചില എക്സംഷൻസ്, അതായത് ഓവറോൾ എക്സംഷൻസ്, അതായത് ഇപ്പോൾ പുതിയൊരാൾക്ക് കയറി വരാൻ വേണ്ടി ചില സെക്ടേഴ്സ് ഫുൾ എക്സംഷൻസ് കൊടുക്കാറുണ്ട്. അതായത് പ്രീ ക്വാളിഫിക്കേഷൻസ് കുഴപ്പമില്ല എന്നുള്ള രീതിയിലും പറയാറുണ്ട്. അത് ഡിപ്പെൻസ് അപ്പോൺ ബയ്യറാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എം എസ് സി വെച്ചിട്ടും അതേപോലെ ജമ്മു വെച്ചിട്ടും വളരെയധികം ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ജമ്മു എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് വരുന്നത് ജം എന്ന് പറയുന്ന ഇതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ്, അതായത് എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾക്ക് ജം രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ 2 രീതിയിലാണ് ജമ്മിൽ പറയുന്നത്. 3 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ജമ്മിലുള്ളത്. ഒന്ന് സെല്ലേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് ആൾക്കാരിൽ ഒന്ന് സർവീസ് ഓറിയൻറ്റഡ് ആൾക്കാരാണ്, 2 പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആൾക്കാരാണ്. ഈ പ്രൊഡക്റ്റിൽ തന്നെ 2 ടൈപ്പ് ആൾക്കാർ വരും, അതായത് മാനുഫാക്ചററും വരും, റീസെല്ലറും വരും. അപ്പോൾ സർവീസ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നവർക്ക് ജമ്മ് രജിസ്റ്റർ ചെയ്യുക, അവരുടെ സർവീസ് കാറ്റലോഗ്സ് ആഡ് ചെയ്യുക, ബിഡ് ചെയ്യുക, ഓർഡർ എടുക്കുക, അങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക. മീൻസ് അത് കുറച്ചും കൂടി സർവീസ് ഓറിയൻറ്റഡ് ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസിനെസ് ആണ് ജമ്മിൽ. അപ്പോൾ സർവീസ് ഓറിയൻറ്റഡ് ആൾക്കാർക്ക് വരുമ്പോഴത്തേക്ക് ജമ്മ് രജിസ്റ്റർ ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ കാറ്റലോഗ് ആഡ് ചെയ്യുക. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവർക്ക് ബിഡ് ചെയ്യാനും അവസരം കിട്ടും. ആ ബിഡ് ചെയ്ത് ഓർഡർ എടുത്ത് ബാക്കി പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് പ്രൊഡക്റ്റിൽ വരുമ്പോഴാണ് നമുക്ക് മാനുഫാക്ചറർ ഓർ റീസെല്ലർ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സാണ് നമ്മൾ കൂടുതലും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞ് നമ്മൾ, കാരണം സർവീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് ഒരു പ്രൊഡക്റ്റിലാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത്. അപ്പം മാനുഫാക്ചറർ എന്ന് പറയുന്ന ആൾ, ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു ചെയർ ഞാൻ മാനുഫാക്ചറാണ്. പക്ഷേ ഞാൻ മാനുഫാക്ചറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെമ്മ് അതിനെ മാനുഫാക്ചറായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ജെമ്മിൽ റിക്വസ്റ്റ് ചെയ്ത് വെണ്ടർ അസസ്മെൻറ്റ് ചെയ്ത് അതിൽ ജെമ്മിന് പ്രൂവ് ആവണം, അതായത് ജെമ്മ് സാറ്റിസ്ഫൈ ആവണം നമ്മൾ മാനുഫാക്ചറാണ്. ആ ഒരു കാര്യം ചെയ്താൽ മാത്രമാണ് നമുക്ക് മാനുഫാക്ചറിന് ജെമ്മ് നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ സെല്ലർ ജേണി, സെല്ലർ ജേണി ഇൻ മാനുഫാക്ചറർ, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ജെം സെല്ലർ ജേണി ഇൻ മാനുഫാക്ചറർ എന്ന് പറയുന്നത്, അതായത് ആദ്യം നമ്മളൊരു ജെമ്മ് രജിസ്റ്റർ ചെയ്യണം. ഈ ജെമ്മ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടാമത് നമ്മൾ വരുന്നത് വെണ്ടർ അസസ്മെൻറ്റ് ഓർ വെണ്ടർ എക്സംഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ്. അപ്പോൾ വെണ്ടർ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ചെയർ മാനുഫാക്ചർ ആണെങ്കിൽ നമ്മൾ ജെമ്മ് വഴി നമ്മളൊരു മാനുഫാക്ചറർക്ക് ആണെന്ന് പറഞ്ഞ് നമ്മൾ അസസ്മെൻറ്റിന് വേണ്ടി റിക്വസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ജെമ്മിൻ്റെ മാനുഫാക്ചർ അസസ്മെൻറ്റ് ചെയ്യുന്ന റൈറ്റ്സ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടിയാണ്, ഗവൺമെൻറ് തന്നെ. അവർക്ക് ഒരു റെഫറൻസ് പോവും. ആ റെഫറൻസിൽ നിന്ന് നമ്മൾ കയറി അവരുടെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മളെ അസസ് ചെയ്തിട്ട് നമ്മുടെ മാനുഫാക്ചറർ ആണെന്ന് തെളിയുവാണെങ്കിൽ ജെമ്മിനോട് ഇൻറ്റിമേറ്റ് ചെയ്യും നമ്മൾ മാനുഫാക്ചറാണ്. അപ്പോൾ അങ്ങനെ ഒരു മാനുഫാക്ചർ ആണെന്ന് തെളിഞ്ഞാൽ മാത്രമാണ് നമുക്ക് OEM പാനൽ അല്ലെങ്കിൽ ബ്രാൻഡിങ് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാനുഫാക്ചറർ എന്ന് പറയുന്ന ഒരാൾക്ക് മാനുഫാക്ചറായിട്ട് തെളിയിക്കണമെങ്കിൽ ജെം രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം, പിന്നെ വെണ്ടർ അസസ്മെൻറ്റ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് OEM പാനൽ, ബ്രാൻഡിങ്, കാറ്റലോഗ്, റീസെല്ലർ ജനറേഷൻ, പാർട്ടിസിപ്പേഷൻ ഓഫ് ഡയറക്റ്റ് പർച്ചേസ്, ഓർഡർ പ്രോസസ്സിങ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ മാനുഫാക്ചർക്ക് തന്നെ ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ മാനുഫാക്ചറായിട്ട് ചെയ്തില്ലേ, നമുക്ക് പങ്കെടുക്കാം, റീസെല്ലറായിട്ട് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാനൊരു മാനുഫാക്ചറാണ്, പക്ഷേ എൻ്റെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജെം എന്നെ അസസ്മെൻറ്റ് ചെയ്തിട്ട് മാനുഫാക്ചറായിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഞാനിപ്പോഴും മാനുഫാക്ചറാണ്, പക്ഷേ ജെമ്മിൻ്റെ മുമ്പിൽ ഞാൻ മാനുഫാക്ചർ അല്ല. അപ്പോൾ ചില കാറ്റഗറീസിൽ നമുക്ക് റീസെല്ലറായിട്ട് ചെയ്യാൻ പറ്റും. അത് ക്വാഡ്രൻസ് എന്ന് പറയും. ക്വാഡ്രൻസ് വെച്ചിട്ടാണ് അത് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ റീസെല്ലർ എന്ന് പറയുന്ന ജേണി എന്ന് പറയുന്നത് ജെം രജിസ്ട്രേഷൻ ചെയ്ത് റീസെല്ലർ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലോഗ് ആഡ് ചെയ്ത് നമുക്ക് ബിഡ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഓർഡർ പ്രോസസ്സിങ്ങിലേക്കൊക്കെ പോകാൻ പറ്റും. കുറച്ച് എളുപ്പം, അതായത് പ്രൊഡക്റ്റ് വിൽക്കാൻ എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് റീസെല്ലറായിട്ട് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്വാഡ്രൻസ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് മുന്നോട്ട് പറയാം. ക്വാഡ്രൻസിൽ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഞാൻ ക്വാഡ്രൻറ്റ് പറഞ്ഞിട്ട് നമുക്ക് ജെം സെല്ലർ വേണിങ്ങിലേക്ക് തിരിച്ചു വരാം.
നമ്മൾ ഇതിനകത്ത് പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ഇപ്പോൾ നമുക്ക് ജെം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബിഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു ആമസോൺ പോലെയാണ് ജെം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യുക. നമ്മളൊരു പ്രൊഡക്റ്റ്, അതായത് ഇപ്പോൾ ചെയർ ഞാൻ വിൽക്കുന്നുണ്ട്, ചെയറിനെ എനിക്ക് ഷോക്കേസ് ചെയ്യുക. ആമസോണിൽ കാണിക്കുന്ന പോലെ നമ്മൾ ആ പ്രൊഡക്റ്റിനെ കാണിച്ചാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബിഡ്ഡിംഗ് പ്ലാറ്റ്ഫോം, അതായത് ഇതേപോലെ നമുക്ക് ചെയ്തിറക്കണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ ചെയർ എന്ന് പറയുന്നത് നമ്മൾ നോക്കി. ഈ ചെയർ എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രൊഡക്റ്റിനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചെയേഴ്സ് എന്നുള്ളത് കണ്ടു. ഈ ചെയേഴ്സിൽ എനിക്ക് എൻ്റെ ചെയർ ആണെങ്കിൽ എനിക്ക് ആഡ് ചെയ്യണം. ഇത് പ്രൊഡക്റ്റ് ആഡ് ചെയ്താൽ മാത്രമാണ് എനിക്ക് ബിഡ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് പർച്ചേസിലേക്ക് പോകാനോ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എന്നുള്ളത് ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് കാറ്റലോഗ് അഡീഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ കാറ്റലോഗ് അഡീഷൻ എന്നുള്ളതിന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമസോണിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രോഷർ നമ്മൾ കൊടുക്കുന്ന പോലെ പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്യുക. ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഷോ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു പ്രൊഡക്റ്റിനെ ഡയറക്റ്റ് പർച്ചേസിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ജെമ്മിൽ ബിഡ് ചെയ്യാനോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ബയ്യറിനെ കൊണ്ട് ചെയ്യിക്കുന്നതും. നമ്മൾ ബിഡ് ഇപ്പോൾ ഒരു ബിഡ് വന്നു, നമ്മൾ ആ ബിഡ് ചെയ്യണമെങ്കിൽ പോലും നമുക്കിത് വേണം. അപ്പോൾ പലതരം ബിഡുകളുണ്ട്, അത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സെല്ലർ ജേണിയാണ്. അതായത് നമുക്ക് എങ്ങനെ ഈ പറയുന്ന മാനുഫാക്ചർ, അപ്പോൾ ആദ്യം നമ്മൾ ജെം രജിസ്ട്രേഷൻ ചെയ്യണം, അത് കഴിഞ്ഞ് വെണ്ടർ അസസ്മെൻറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് നമ്മൾ OEM പാനൽ അസസ് ചെയ്യണം, കാറ്റലോഗ് എഡീഷൻ ചെയ്യണം. ഈ OEM എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു ഇത് പറ്റുകയാണ്. അതായത് OEM എന്ന് പറയുമ്പോൾ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർ, അതാണ് OEM എന്ന് ഉദ്ദേശിക്കുന്നത്. OEM എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെയറിൻ്റെ മാനുഫാക്ചർ ആണെങ്കിൽ നമ്മളൊരു OEM ആണ്, ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ. നമ്മൾ ചെയറിൻ്റെ മാനുഫാക്ചറിനെ നമ്മൾ OEM എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും OEM ആണ്. ഇപ്പോൾ ആൾക്കാർക്ക് പല സംശയങ്ങളാണ്. അതായത് ഇപ്പോൾ ഞാൻ 5 പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 പ്രൊഡക്റ്റിനും OEM വെണ്ടർ അസസ്മെൻറ്റ് ചെയ്യണോ? നമുക്ക് ചെയ്യണം. വെണ്ടർ അസസ്മെൻറ്റ് ചെയ്താണ് നമ്മുടെ പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഫേസ് 1 എന്ന് പറയുന്നത് ജെം രജിസ്ട്രേഷനാണ്. ജെം രജിസ്ട്രേഷൻ എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയാം. ജെം രജിസ്ട്രേഷൻ എന്താണെന്നുള്ളത്, നമ്മുടെ ജെം രജിസ്ട്രേഷൻ എന്നുള്ളത് നമുക്കിത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് എൻ്റെ ഒരു PDF അല്ല, ഗവൺമെൻറ് എല്ലാവർക്കും വേണ്ടി വെച്ചിരിക്കുന്ന ഒരു PDF ആണ്. ഇത് എവിടെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുക. ആദ്യം നമ്മൾ ജെമ്മിൻ്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കുന്നുണ്ട്. ലോഗിൻ അല്ല, ലോഗൗട്ട് ചെയ്തിട്ടാണ്. ഇതിൻ്റെ താഴെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ട്രെയിനിങ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ട്രെയിനിങ്, അതായത് ജെം പ്ലാറ്റ്ഫോം ജസ്റ്റ് നമ്മൾ gem.gov.in അടിക്കുന്നു. ഇതിൻ്റെ താഴെ വരുന്നു നമുക്കിവിടെ ട്രെയിനിങ്ങിൻ്റെ കീഴിൽ ട്രെയിനിങ് മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബയ്യർ, സെല്ലർ, ആഡ് ഓൺസ് എന്നൊക്കെ വരും. ഇവിടെ നമ്മൾ സെല്ലർ ആൻഡ് സർവീസ് പ്രൊവൈഡർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ജെം എന്ന് പറയുന്നത് കിട്ടുന്നുണ്ട്. അതേപോലെ രജിസ്ട്രേഷൻ ആൻഡ് അക്കൗണ്ട്, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ PDF കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്ന് PDF നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ PDF യൂസ് ചെയ്തിട്ട് നമുക്ക് രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ PDF തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. ഈ പറയുന്ന ഇതിൽ ഓരോ പോയിന്റ് വൈസ് അവർ എവിടെ നിൽക്കണം, ഓരോ മീൻസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് പറയുന്നുണ്ട് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള ഫുൾ പാർട്ട് ഇവിടെ PPTസിൽ ജെമ്മിൽ അവൈലബിൾ ആണ്. പ്രൊഫൈൽ അപ്ഡേഷൻ, അതേ രജിസ്ട്രേഷൻ്റെ ഒരു പാർട്ട് കഴിയുമ്പോൾ നമുക്ക് യു ആർ രജിസ്റ്റേർഡ് ഇൻ ജെം എന്ന് കാണിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും എങ്ങനെ അതിൻ്റെ ബാക്കിയുള്ള പ്രൊഫൈൽ അപ്ഡേഷൻസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് നമുക്കിവിടെ കിട്ടുന്നത് gem.gov.in എന്ന് പറഞ്ഞ സൈറ്റിൽ നമ്മൾ താഴെ വരുമ്പോൾ ട്രെയിനിങ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഈ ട്രെയിനിങ് മൊഡ്യൂളിൽ ഞെക്കി കഴിയുമ്പോൾ നമുക്കിവിടെ സെല്ലർ ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സിൽ ക്ലിക്ക് ചെയ്യാം. താഴെ രജിസ്ട്രേഷൻ ആൻഡ് അക്കൗണ്ട് വരുമ്പോൾ ഇവിടെയുള്ള നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, നമ്മുടെ സെല്ലർ പ്രൊഫൈൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, സെക്കൻഡറി യൂസർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, ഓവർവ്യൂ എന്താണ്, വെണ്ടർ അസസ്മെൻറ്റ് എന്താണ്, ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിനകത്ത് എല്ലാ മൊഡ്യൂൾസും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇതിനിടയിൽ ലാസ്റ്റ് ഇതൊന്നും കൂടി പറയാം.
നമ്മൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് രജിസ്ട്രേഷനാണ്. ഈ ജെം രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ വെണ്ടർ അസസ്മെൻറ്റ് പ്രോസസ്സാണ് വരുന്നത് ഫോർ മാനുഫാക്ചർ. റീസെല്ലർ എന്ന് പറയുന്ന ആൾക്കാണെങ്കിൽ നമുക്ക് അസസ്മെൻറ്റ് ഓപ്ഷൻ വരത്തില്ല. നമുക്ക് റീസെല്ലർക്ക് അസസ്മെൻ്റ് ഇല്ല. നമുക്ക് റീസെല്ലർക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കാറ്റലോഗ് ആഡ് ചെയ്യാൻ പറ്റും. ചില ക്വാഡ്രൻസിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാനുഫാക്ചറർ ജേണി എന്ന് പറയുന്നത് ഇതാണ്: ജെം രജിസ്ട്രേഷൻ, വെണ്ടർ അസസ്മെൻറ്റ്, OEM പാനൽ ആക്സസ്, ബ്രാൻഡിംഗ്, കാറ്റലോഗ് എഡീഷൻ, റീസെല്ലർ ജനറേഷൻ, ബിഡ് RA പാർട്ടിസിപ്പേഷൻ, ഡയറക്റ്റ് പർച്ചേസ്, ഓർഡർ പ്രോസസ്സിംഗ്. ഓക്കെ. അപ്പോൾ ഇതിൽ വരുന്നത് റീസെല്ലർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫേസ് കുറവാണ്. അതായത് ഈ വെണ്ടർ അസസ്മെൻറ്റ് ഓർ എക്സംഷൻ എന്ന് പറയുന്ന ഫേസ് നമുക്ക് കുറവാണ്. സെക്കൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റീസെല്ലർ പാനൽ വെരിഫിക്കേഷനാണ്. അത് കഴിഞ്ഞാൽ കാറ്റലോഗ് എഡീഷൻ, ബിഡ് RA പാർട്ടിസിപ്പേഷൻ, ഡയറക്റ്റ് പർച്ചേസ്, ഓർഡർ. അപ്പോൾ 5 ഫേസ് രണ്ടിലും ഉണ്ട്. പക്ഷേ ഇതിൽ വെണ്ടർ അസസ്മെൻറ്റ് ആൻഡ് എക്സംഷൻ എന്ന് പറയുന്ന ഫേസിൽ ഇവിടെ റീസെല്ലർ പാനൽ വെരിഫിക്കേഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. അതായത് റീസെല്ലർ എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് ജെമ്മിലേക്കുള്ള ഇൻ്റർഫേസ്. പക്ഷേ മാനുഫാക്ചറർ ആണെങ്കിൽ പോലും റീസെല്ലറായിട്ട്, അതായത് ജെമ്മ് നമ്മൾ അസസ് ചെയ്തിട്ടില്ല, മാനുഫാക്ചറായിട്ടാണ്. പക്ഷേ നമുക്ക് മാനുഫാക്ചറർ ആണ്, പക്ഷേ എനിക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കണം, എനിക്ക് റീസെല്ലറായിട്ട് ഈ പ്രൊഡക്റ്റ് വിൽക്കാം. അതായത് ഇപ്പോൾ ചെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ കാരണം നമുക്ക് അടുത്ത സ്ലൈഡിൽ സംസാരിക്കാം. ഇപ്പോൾ ഒരു ബ്രൂം, അതായത് ചൂല് വിൽക്കുവാണ്, ഞാൻ അതിൻ്റെ മാനുഫാക്ചറാണ്, ചൂല് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണ്. പക്ഷേ ഞാൻ അസസ്മെൻറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് മാനുഫാക്ചറായിട്ട് വെക്കാൻ പറ്റില്ല, പക്ഷേ റീസെല്ലറായിട്ട് എനിക്ക് വിൽക്കാൻ പറ്റും. അതിൻ്റെ കാറ്റലോഗ് ആഡ് ചെയ്യുക. കാറ്റലോഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതേപോലെ നമുക്ക് ആഡ് ചെയ്യണം. ഈ കാറ്റലോഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബിഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യിക്കാം. അത് കഴിഞ്ഞ് ഓർഡർ പ്രോസസ്സിങ്. ഇതാണ് റീസെല്ലർ ജേണി. അപ്പോൾ കുറച്ച് എളുപ്പം. അതായത് ഇപ്പോൾ എല്ലാവരും വരുമ്പോൾ ചോദിക്കും നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം. ഇപ്പോൾ മാനുഫാക്ചർ ആണെങ്കിൽ പോലും അസസ്മെൻറ്റ് അവിടെ നടന്നോട്ടെ, നമുക്ക് റീസെല്ലറായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് റീസെല്ലറായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ വിൽക്കാൻ പറ്റും. അതിങ്ങനെ ഒരു അവസരം നമുക്കുണ്ട്. അപ്പോൾ മാനുഫാക്ചറർ ജേണി കുറച്ച് ഈ അസസ്മെൻറ്റ് ആക്കിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ എക്സംഷൻ എടുത്താൽ മാത്രം. എക്സംഷൻ, ഇനി വെണ്ടർ എക്സംഷൻ എന്ന് പറയുന്നത് ചില കാറ്റഗറിക്ക് വെണ്ടർ എക്സംഷൻസ് കിട്ടും. അതായത് മെഡിക്കൽ കാറ്റഗറി, നിങ്ങളുടെ പ്രൊഡക്റ്റ് മെഡിക്കൽ കാറ്റഗറിയാണ്, നിങ്ങൾക്കൊരു മെഡിക്കൽ ലൈസൻസ് ഉണ്ട്, അതായത് CDSCO ലൈസൻസ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആണെന്നിരിക്കെ നമുക്ക് എക്സംഷൻ കിട്ടും. അതായത് വെണ്ടർ അസസ്മെൻറ്റ് ചെയ്യാതെ ഞാൻ ആ ലൈസൻസ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മാനുഫാക്ചററായിട്ട് ജെമ്മ് നിയമിക്കും. ആസ് എ മാനുഫാക്ചർ ആണെന്ന് നമ്മളെ അസസ് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യും. അതാണ് എക്സംഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ. അത് എല്ലാ കാറ്റഗറിക്കും ഇല്ല, മെഡിക്കൽ കാറ്റഗറിക്കും ഉണ്ട്. പിന്നെ കൂടുതലും ഗവൺമെൻറ് ഏജൻസികൾക്ക്, അതായത് ഗവൺമെൻറ് സ്റ്റേറ്റുകൾക്ക് വെണ്ടർ അസസ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ കഴിഞ്ഞ മാസം വരെ 500 കോടി 500 crore ടേൺ ഓവർ ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് അസസ്മെൻറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവരുടെ ടേൺ ഓവർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പ്രൊഡക്റ്റുകൾ അസസ്മെൻറ്റ് ചെയ്യാതെ തന്നെ അവർക്ക് മാനുഫാക്ചററായിട്ട് ജെം അവരെ അസസ് ചെയ്യും. അപ്പോൾ അതാണ് വെണ്ടർ അസസ്മെൻറ്റ് എന്നുള്ളത്. റീസെല്ലർ എന്ന് പറയുന്നിടത്ത് നമുക്ക്, അപ്പോൾ നമ്മളൊരു മാനുഫാക്ചർ ആണെങ്കിൽ പോലും നമുക്ക് റീസെല്ലറായിട്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ റീസെല്ലർ എന്നുള്ളത് എന്താണെന്നുള്ളതാണ് അടുത്തതായിട്ട് പറയേണ്ടത്. അപ്പോൾ അതായത് മാനുഫാക്ചറർ എന്ന് പറഞ്ഞു. മാനുഫാക്ചറർ, ഇപ്പോൾ ഞാൻ മാനുഫാക്ചർ ചെയ്തു, ഇപ്പോൾ പ്രൊഡക്റ്റ്, ഇപ്പോൾ ചെയറിൻ്റെ ഞാൻ പറഞ്ഞു, ചെയർ എന്ന് പറയുന്നത് മാനുഫാക്ചർ ആയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഓതറൈസ്ഡ് റീസെല്ലർ ആയിരിക്കണം. അപ്പോൾ ചെയർ മാനുഫാക്ചറിങ് പറയാം. ജെം രജിസ്ട്രേഷൻ ചെയ്തു, ഞാൻ ചെയർ മാനുഫാക്ചറാണ്, ഞാൻ അതിന് വേണ്ടി അസസ്മെൻറ്റിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു. ജെമ്മ് അത് റൈറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്യും. അവർ നമുക്കൊരു ലോഗിൻ ID തരും. ഞാൻ അസസ്മെൻറ്റ് ചെയ്തു, റൈറ്റ്സിന് ബോധ്യമായി, ഞാൻ മാനുഫാക്ചറാണ്. റൈറ്റ്സ് അവിടെ നിന്ന് ഒരു റിപ്പോർട്ട് ജെമ്മിലേക്ക് കൊടുക്കും, എന്നെ മാനുഫാക്ചറായി. അപ്പോൾ ഞാൻ റിവോൾവിംഗ് ചെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഞാൻ മാനുഫാക്ചറായിട്ട് ജെം എന്നെ ചെയ്യും. ഇത് ജെം എന്നെ മാനുഫാക്ചറാണ് എന്ന് പറഞ്ഞ് എഗ്രി ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു OEM പാനൽ, അതായത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർക്ക് വേണ്ടി ഒരു പാനൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. മൈ അക്കൗണ്ടിൽ കയറി കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നു. അത് ഒന്നും കൂടി ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അവിടെ നമുക്ക് OEM പാനൽ എന്ന് പറയുന്നൊരു ഐറ്റം നമുക്ക് വിസിബിൾ ആവും. ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇവിടെ എൻ്റെ മൈ അക്കൗണ്ട്സ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആസ് എ OEM പാനൽ, അതായത് മാനുഫാക്ചർ അല്ലാത്തവർക്ക് ഈ പറയുന്ന രീതിയിലായിരിക്കും വരിക. അപ്പോൾ സെല്ലർ പാനലിൽ ഇവിടെ റീസെല്ലർ പാനൽ എന്ന് മാത്രമാണ് വിസിബിൾ. പക്ഷേ ഞാനിവിടെ മാനുഫാക്ചറായിട്ട് തെളിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് OEM പാനൽ എന്ന് പറയുന്ന ഒരു പാനൽ കൂടി നമുക്കിവിടെ തെളിഞ്ഞു വരും. ഈ പറയുന്ന ഇവിടെ റീസെല്ലർ പാനൽ എന്ന് കൂടാതെ OEM പാനൽ എന്നുള്ളത് വരും. ആ OEM പാനൽ വന്നു കഴിയുമ്പോഴാണ്
നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ മാനുഫാക്ചറർ ആക്കി അവർ ജെമ്മ് നമ്മളെ അസസ് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റീസെല്ലേഴ്സിനെ ജനറേറ്റ് ചെയ്യാം. പ്ലസ് നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ കൊണ്ടുവരാം. അതായത് ഇപ്പോൾ ചെയർ, ഞാനിപ്പോൾ നീൽക്കമൽ എന്നുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഞാൻ നീൽക്കമൽ ആണെങ്കിൽ എൻ്റെ മാനുഫാക്ചറായി എനിക്ക് ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ബ്രാൻഡ് ചെയ്യാം, നീൽക്കമൽ എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യാം. ഞാൻ ആ ബ്രാൻഡും അൺബ്രാൻഡും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഒരു ചെയർ തന്നെ കാണിച്ചു തരാം. ഇവിടെ ചെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. ചെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പല കാറ്റഗറി വരും. ഈ കാറ്റഗറീസിൽ റിവോൾവിംഗ് ചെയർ ഞാൻ സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ അറിയാം DSR, അതാണ് ബ്രാൻഡ്. ഇപ്പോൾ ഇവിടെ സെല്ലർ എന്ന് പറയുന്നത് OEM എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറർ തന്നെയാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത്, അതാണ് അതിൻ്റെ അർത്ഥം. ഡിസഗിനോ, ഇവർക്ക് ഈ പ്രൊഡക്റ്റ് ഇവരുടെ ബ്രാൻഡ് നെയിമാണിത്, ഇത് മാനുഫാക്ചറർ തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ ചില ഐറ്റംസിൽ നമ്മൾ കയറി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റീസെല്ലറാണ് വിൽക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് OEM പാനൽ ആയി കഴിയുമ്പോൾ നമ്മൾ റീസെല്ലേഴ്സിനെ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരും. വലിയ വലിയ ബ്രാൻഡുകളുടെ ഇപ്പോൾ വലിയ ബ്രാൻഡുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് ഇവിടെ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യാം. നീൽക്കമൽ സെലക്ട് ചെയ്ത് നോക്കാം നമുക്ക്. നീൽക്കമൽ സെലക്ട് ചെയ്തപ്പോൾ അവരൊരു മാനുഫാക്ചറാണ്, പക്ഷെ അവർ ഡയറക്റ്റ് സെല്ല് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ സെല്ലർ റീസെല്ലർ. അതായത് ഇപ്പോൾ നീൽക്കമലിൽ എൻ്റെ പ്രൊഡക്റ്റ്, ഞാനൊരു ഫർണിച്ചർ ഷോപ്പാണ്, എനിക്ക് നീൽക്കമലിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ വിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ജെമ്മിൽ വിൽക്കണമെങ്കിൽ ഇത് ക്വാഡ്രൻ്റ് Q2 കാറ്റഗറി ആയതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് റീസെല് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നീൽക്കമൽ എന്നെ അനുവദിക്കുകയാണ്, റീസെല് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്തുള്ള ബ്യൂട്ടി. അപ്പോൾ നീൽക്കമലിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അവരെ നമ്മൾ അലോ ചെയ്യുകയാണെങ്കിൽ നമുക്കും ഈ പറയുന്ന പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യിക്കാൻ പറ്റും. ഇതിപ്പോൾ നീൽക്കമൽ എന്ന് പറയുന്ന ആളുടെ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്, പക്ഷേ ഇത് വിൽക്കുന്നത് റീസെല്ലറാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇപ്പോൾ OEM തന്നെയാണ് അവിടെ കാണുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർ അസസ്മെൻറ്റ് ചെയ്ത് DSR എന്ന് പറയുന്ന ആൾക്കാർ ഡയറക്റ്റ് മാനുഫാക്ചറായിട്ട് ചെയ്ത് അവർ ഡയറക്റ്റ് തന്നെ സെയിൽ ചെയ്യുവാണ്. OEM ആണ് സെയിൽ ചെയ്യുന്നത്. വലിയ വലിയ ബ്രാൻഡുകൾ ഇപ്പോൾ നീൽക്കമൽ, അതുപോലെ ലൈറ്റിങ്സിൽ പറയുകയാണെങ്കിൽ ക്രോംപ്ടൺ, ഹാവൽസ്, ഇവരൊക്കെ ഡയറക്റ്റ് സെല് ചെയ്യാതെ റീസെല്ലർ വഴിയാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് കിട്ടും അതായത് നമുക്ക് അവരായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ റീസെല്ലർ കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് സാധനം സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് വെണ്ടർ അസസ്മെൻറ്റ് എക്സംഷൻ. അപ്പോൾ എനിക്കിപ്പോൾ OEM പാനൽ കിട്ടി. ഇപ്പോൾ DSR എന്ന് പറഞ്ഞ കമ്പനിയുടെ പോലെ ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ജെം രജിസ്ട്രേഷൻ, വെണ്ടർ അസസ്മെൻറ്റ്, OEM പാനൽ കിട്ടി. അത് കഴിയുമ്പോൾ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാറ്റലോഗ് ആഡ് ചെയ്യും. കാറ്റലോഗ് എന്ന് പറയുന്നത്, ഒരു കാറ്റലോഗ് ആഡ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ ഷോ ചെയ്യുക, നമ്മൾ ആമസോണിൽ കാണുന്ന പോലെ തന്നെ ഷോ ചെയ്യുക, അതാണ് കാണിക്കുന്നത്. ഇതാണ് കാറ്റലോഗ്. നമ്മുടെ പബ്ലിഷ് ആയി കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും അത് വിസിബിൾ ആവുക. ഈ കാറ്റലോഗ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് റീസെല്ലറിനെ ജനറേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ DSR ചെയ്യുന്നത് കാറ്റലോഗ് ഉണ്ടാക്കി കഴിയുമ്പോൾ സ്വന്തമായിട്ട് തന്നെ ബിഡ്, RA പാർട്ടിസിപ്പേഷൻ, ഡയറക്റ്റ് പർച്ചേസിലേക്കാണ് പോകുന്നത്. പക്ഷേ നീൽക്കമൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റലോഗ് ഉണ്ടാക്കി കഴിയുമ്പോൾ റീസെല്ലറിനെ ജനറേറ്റ് ചെയ്യും. എനിക്ക് ഡയറക്റ്റ് വിൽക്കാൻ താല്പര്യമില്ല, ഞാനൊരു റീസെല്ലറിനെ ജനറേറ്റ് ചെയ്തിട്ട് ആ റീസെല്ലർ വഴി വിൽക്കാൻ ട്രൈ ചെയ്യും. അതാണ് ഈ പറയുന്ന സെല്ലർ ജേണി മാനുഫാക്ചറിൻ്റെ. റീസെല്ലർ എന്ന് പറയുമ്പോൾ ജെം രജിസ്ട്രേഷൻ ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് നീൽക്കമലിൻ്റെ ആണ് വേണ്ടതെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ജെം രജിസ്ട്രേഷൻ ചെയ്യുന്നു, ഞാൻ നീൽക്കമലിൻ്റെ ഒരു ചെയർ വിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് റീസെല്ലർ പാനലിൽ ചെന്നിട്ട് വെരിഫിക്കേഷൻ ചെയ്യണം. റീസെല്ലർ പാനൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും റീസെല്ലർ പാനൽ ഉണ്ടാവും. ഈ റീസെല്ലർ പാനലിൽ ചെന്നിട്ട് നമ്മുടെ ഒരു ചെയറാണ് വേണ്ടതെങ്കിൽ നമ്മൾ വെരിഫൈ ചെയ്യണം. നമുക്ക് ഇപ്പോൾ റിവോൾവിംഗ് ചെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ബ്രാൻഡ് ഇവിടെ സെലക്ട് ചെയ്യും, നീൽക്കമൽ. അപ്പോൾ നീൽക്കമൽ ബ്രാൻഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്കിവിടെ ഓതറൈസേഷൻ നമ്പർ അവർ തന്നിട്ടുണ്ടാവും. ആ ഓതറൈസേഷൻ നമ്പർ ഞാൻ ഇട്ട് റിക്വസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ എനിക്ക് ഈ നീൽക്കമലിൻ്റെ ചെയർ, ഈ പ്രൊഡക്റ്റ്, അതായത് നീൽക്കമലിൻ്റെ ഈ പ്രൊഡക്റ്റ് എനിക്ക് ജെമ്മ് വഴി വിൽക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ജേണി. അപ്പോൾ നമുക്ക് കാറ്റലോഗ് എഡീഷൻ, അപ്പോൾ റീസെല്ലർ പാനൽ ആദ്യം ചെയ്യുക, അത് കഴിയുമ്പോൾ കാറ്റലോഗ്, അതായത് ഓൾറെഡി നീൽക്കമൽ ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഒരു ചെയറിൻ്റെ വില 5000 അല്ലെങ്കിൽ 6000 ആണ് അവർ MRP സെറ്റ് ചെയ്തതെങ്കിൽ അതിൻ്റെ 10% താഴോട്ടുള്ള ഏതൊരു റേറ്റിലും നമുക്ക്
ആ റേറ്റ് ഇട്ട് നമ്മുടെ റേറ്റ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റും. അതായത് നീൽക്കമലിൻ്റെ പ്രൊഡക്റ്റ് ഇപ്പം 5 സെല്ലറാണ് റീസെല്ലറാണ് ചെയ്യണമെങ്കിൽ 5 റേറ്റിലായിരിക്കും ചിലപ്പോൾ ചെയ്യുക, ചിലപ്പോൾ ഒരേ റേറ്റിലായിരിക്കും ചെയ്യുക. അത് ഡിപ്പെൻസ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മാർജിൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാറ്റലോഗ് ചെയ്യാൻ പറ്റും, നമുക്ക് ബിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഓർഡർ പ്രൊസസിങ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. റീസെല്ലർ ജേണിയാണ് കുറച്ചുകൂടി എളുപ്പം. ജെമ്മിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പം. അതെങ്കിൽ ഒരു മാനുഫാക്ചറർ, നമ്മുടെ ഒരു മാനുഫാക്ചറർ ജെമ്മിലുണ്ട്, ആ ജെമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന്, അതായത് ഇന്ന് രജിസ്റ്റർ ചെയ്തു, ഇന്ന് നമുക്ക് കോഡ് കിട്ടി, നമുക്ക് റീസെല്ലർ ആഡ് ചെയ്തു, കാറ്റലോഗ് ആഡ് ചെയ്തു, അതായത് വിതിൻ 2 days എനിക്ക് ആ സാധനം പ്രൊഡക്റ്റ് വിറ്റ് തുടങ്ങും ജെമ്മിൽ. അതാണ് റീസെല്ലർ ജേണി ഭയങ്കര എളുപ്പമാണെന്ന് പറയാനുള്ള റീസൺ. പക്ഷേ മാനുഫാക്ചർ ജേണി അത്ര എളുപ്പമല്ല. കാരണം നമുക്ക് വെണ്ടർ അസസ്മെൻറ്റ് ചെയ്താൽ മാത്രമേ മാനുഫാക്ചറായിട്ട് കിട്ടുള്ളൂ. പക്ഷേ മാനുഫാക്ചറിങ് ചെയ്തില്ലെങ്കിലും അസസ്മെൻറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് റീസെല്ലറായിട്ട് വേണമെങ്കിൽ വിൽക്കാം, എൻ്റെ പ്രൊഡക്റ്റ് റീസെല്ലറായിട്ട് വിൽക്കാം. അപ്പോൾ ഇതിൽ മാനുഫാക്ചറർ ബെനിഫിറ്റ്, അതായത് ഇനി വീണ്ടും നമുക്ക് ക്വാഡ്രൻസിലേക്ക് വന്നിട്ട് വീണ്ടും ഇതിനകത്തേക്ക് തിരിച്ചു വരാം. അപ്പോൾ അടുത്തത് വരുന്നത് നമുക്ക് മാനുഫാക്ചർക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. മാനുഫാക്ചറുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു. MSMEക്ക് കുറേ ബെനിഫിറ്റുകളുണ്ട്. ഈ മാനുഫാക്ചറർ എന്നുള്ളതിന് വ്യത്യാസം, അതായത് മിക്ക ടെൻഡറുകളിലും വരുന്നത് ബെനിഫിറ്റ്സ്, MSC ബെനിഫിറ്റ്സ് ഒൺലി എലിജിബിൾ ടു മാനുഫാക്ചറർ ഓർ സർവീസ് പ്രൊവൈഡർ. അപ്പം നമുക്ക് ട്രേഡറായിട്ട് നിന്നാൽ നമുക്ക് MSME ബെനിഫിറ്റ്സുകൾ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ നമുക്കൊരു നമ്മുടെ ബ്രാൻഡിനെ കാണിക്കുക, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറച്ചും കൂടി പല രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഇപ്പോൾ ചെയർ ആണെങ്കിൽ പോലും കൈയുള്ള ചെയർ, കൈ ഇല്ലാത്ത ചെയർ, ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ആ കാറ്റഗറി നമ്മൾ മാനുഫാക്ചറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മാനുഫാക്ചറിങ് വെണ്ടർ അസസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചർ ആണെങ്കിൽ നമുക്ക് പല പ്രൊഡക്റ്റുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് പ്രൊഫഷൻ്റ് ആകുമ്പോൾ അതിൽ മനസ്സിലാവും. അതായത് ഇപ്പോൾ ഒരു ചെയർ ആണെങ്കിൽ പോലും നമ്മൾ കോമ്പറ്റീഷനിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പുറകിലെ കുഷ്യൻ്റെ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും നമുക്ക് ആ ടെൻഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് കാറ്റലോഗ് അഡീഷൻ എന്നൊക്കെ പറയുന്നത് മാനുഫാക്ചർക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. മര്യാദയ്ക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്യുക, കാറ്റലോഗ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് കൂടുതലും ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ MSME പ്രിഫറൻസ് കൂടുതലും മാനുഫാക്ചറർക്കാണ്. ഇപ്പോൾ നമ്മളൊരു ടെൻഡർ കോട്ട് ചെയ്യാന്നിരിക്കട്ടെ, ഒരു ടെൻഡർ കോട്ട് ചെയ്തു, ഒരു മാനുഫാക്ചറർ, ചെയറിൻ്റെ മാനുഫാക്ചറർ, ഇപ്പോൾ DSR എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറാണ് നമ്മൾ കണ്ടു, നീൽക്കമൽ എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറാണ്, പക്ഷേ അവർ റീസെല്ലർ വഴിയാണ് വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ചെയർ ടെൻഡർ വന്നു, ഒരു 100 ചെയേഴ്സിൻ്റെ ടെൻഡർ വന്നു. DSR കോട്ട് ചെയ്യുവാണ് ഒരു എമൗണ്ടിന്. DSR 100 ചെയേഴ്സിന് 4000 × 100 ചെയേഴ്സ് എന്ന് കോട്ട് ചെയ്തു. നമ്മൾ നീൽക്കമലിൻ്റെ നമ്മൾ റീസെല്ലറായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ കോട്ട് ചെയ്യുകയാണ്. നമ്മൾ 3950 ആണ് നമ്മുടെ റേറ്റ് × 100 ചെയർ കോട്ട് ചെയ്തു. പക്ഷേ നമ്മൾ കോട്ട് ചെയ്യുന്നത് റീസെല്ലറായിട്ടാണ്, നീൽക്കമലിന് വേണ്ടി റീസെല്ലറായിട്ടാണ് കോട്ട് ചെയ്യുന്നത്. DSR എന്ന് പറയുന്ന പാർട്ടി കോട്ട് ചെയ്യുന്നത് മാനുഫാക്ചറായിട്ടാണ്. അവർ മാനുഫാക്ചറായിട്ട് തന്നെയാണ് ബിഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവർക്ക് MSME ബെനിഫിറ്റ്സ് ആ ടെൻഡറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് L1 വരിക. ഇപ്പോൾ കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. L1 നമ്മുടെ റേറ്റാണ് 3950 ആണ് പെർ ചെയറിന് റേറ്റ്. പക്ഷേ DSR 4000 ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ MSME ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ റീസെല്ലർ ആയതുകൊണ്ട് നമുക്ക് MSC ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ L1 നമ്മളാണ്, പക്ഷേ L2 DSR ആണ്. അതിനകത്തുള്ള വിഷയം വരിക എന്ന് പറഞ്ഞാൽ ടെൻഡർ ഡീറ്റെയിൽസിൽ എഴുതിയിട്ടുണ്ടാവും 15 L1 നിന്നും 15% റേഞ്ചിലാണ് L2 മാനുഫാക്ചറർ MSC നിൽക്കുന്നതെങ്കിൽ അവർക്ക് നമ്മുടെ L1 റേറ്റിലേക്ക് മാച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ടെൻഡർ പോകും. അതാണ് MSC ബെനിഫിറ്റിൻ്റെ മെയിൻ അട്രാക്റ്റീവ്. അപ്പോൾ മാനുഫാക്ചറർക്ക് ആ ടെൻഡർ അവാർഡാവും. അതായത് പക്ഷേ L2 അതായത് 4000 അവർക്ക് അവാർഡാവില്ല. ആ പറയുന്ന, അതായത് ഇപ്പോൾ നമ്മൾ ഏതാണോ എമൗണ്ട് കോട്ട് ചെയ്തേക്കുന്നത്, നമ്മുടെ റേഞ്ചിൽ നിന്ന് 15% ഉള്ളിലായിരിക്കണം L2 ആയിട്ടുള്ള MSC മാനുഫാക്ചറിൻ്റെ റേറ്റ് എങ്കിൽ, നമ്മൾ റീസെല്ലർ L1 ആണെങ്കിൽ നമ്മുടെ റേറ്റിലേക്ക് മാച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ബിഡ് കൊടുക്കണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ മാനുഫാക്ചറർക്കാണ് ഒരു കൈ കൂടുതൽ, അവർക്ക് ബെനിഫിറ്റ് അവർക്ക് തന്നെയാണ്, മാനുഫാക്ചർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ മാനുഫാക്ചർ ആണെങ്കിൽ മാക്സിമം നമ്മൾ മാനുഫാക്ചറായിട്ട് ചെയ്യാൻ പറ്റണം. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റീസെല്ലറായിട്ട് ചെയ്തിട്ട് പിന്നീട് മാനുഫാക്ചറായിട്ട് നമുക്ക് ചെയ്യണം. അതാണ് കുറച്ചും കൂടി ബെറ്റർ.
പിന്നെ നമുക്ക് മാനുഫാക്ചറേഴ്സ് എന്നുള്ളത് നമുക്ക് ഇന്ത്യൻ ഗുഡ്സിൻ്റെ പ്രയോറിറ്റി MIA പോളിസിയുടെ പ്രയോറിറ്റി നമുക്ക് കിട്ടും. അതുപോലെ മേക്ക് ഇൻ ഇന്ത്യ പോളിസി, അതാണ് MIA പോളിസി. മേക്ക് ഇൻ ഇന്ത്യ പോളിസിയുടെ പ്രയോറിറ്റി നമുക്ക് കിട്ടും. MSME പ്രിഫറൻസ് കിട്ടും. നമുക്ക് കുറച്ച് കാറ്റലോഗ്സിൻ്റെ മാനേജ്മെൻറ്റ് കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മുടെ വിസിബിലിറ്റി, അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനിപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരാളുടെ ലിഫ്റ്റ് മാനുഫാക്ചററിൻ്റെ അസസ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആകെ ജെമ്മിലുള്ളത് 5 മാനുഫാക്ചറാണ്. ഈ മാനുഫാക്ചറർക്ക് 4 പേരും നോർത്ത് ഇന്ത്യൻ പാർട്ടിയാണ്. അതായത് ഒരാൾ രാജസ്ഥാൻ, ബാക്കി 3 പേര് UP, ഒരാൾ ഡൽഹി, അങ്ങനെ എന്തോ ആണ്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ ഞാൻ സപ്പോർട്ട് ചെയ്ത അസസ്മെൻറ്റ് ചെയ്ത പാർട്ടിക്ക് മാത്രമാണ് സൗത്ത് ഇന്ത്യ. അപ്പോൾ അവരുടെ പ്രൊഫൈലിൽ കാറ്റലോഗ് വന്നു കഴിയുമ്പോൾ ഏതൊരു ഗവൺമെൻറ് ഏജൻസിയും ജെമ്മിൽ ആ ഒരു കാറ്റഗറി ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു പേര് മാത്രമാണ് സൗത്ത് ഇന്ത്യയെ കാണുന്നത്. അപ്പോൾ ഇനി ഈവൻ ജെമ്മിൽ കൂടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഒരു എന്താ പറയുക, ഒരു പരസ്യം ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളതൊരു ലെവലിൽ നോക്കുകയാണെങ്കിൽ പോലും ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കേരളത്തിൽ നിന്നുള്ളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളൊരു പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് മാനുഫാക്ചറർക്കുണ്ട്. പിന്നെ റീസെല്ലർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, റീസെല്ലേഴ്സിന് അപ്പോൾ ഈ പറയുന്ന MSME ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പുറകോട്ടാണ്. പക്ഷേ ഇതിൻ്റെ റീസെല്ലർക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഓൺ ബോർഡിംഗ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് ഓൺ ബോർഡ് ചെയ്ത് സാധനം പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് തുടങ്ങാം. അതാണ് റീസെല്ലർ ബെനിഫിറ്റ്. മാനുഫാക്ചറർ ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 to 3 months പ്രോസസ്സുണ്ട്. പക്ഷേ റീസെല്ലറായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ഓൺ ബോർഡിംഗ് ആണ്. നമുക്കൊരു 3 ദിവസം കൊണ്ട് നമുക്ക് ഓൺ ബോർഡ് ചെയ്ത് നമുക്കിത് തീർക്കാൻ പറ്റും. പിന്നെ നമുക്ക് പ്രോംപ്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ്സ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്റ്റോക്ക് മാനേജ്മെൻറ്റ് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഡയറക്റ്റ് പർച്ചേസസ് സെയിൽ ചെയ്യും. അതായത് ഡയറക്റ്റ് പർച്ചേസസ് എന്ന് പറയുന്നൊരു മോഡ് ഓഫ് പർച്ചേസ് ജെമ്മിലുണ്ട്. അതിൽ റീസെല്ലർ ബെനിഫിറ്റ്, റീസെല്ലർക്കും മാനുഫാക്ചർക്കും MSC ഇഷ്യൂസ് വരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റീസെല്ലർ, അതായത് ഡയറക്റ്റ് പർച്ചേസിലാണ് കൂടുതൽ നമുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന EMD എക്സംഷൻസ്, EMDയുടെ ആവശ്യം വരുന്നില്ല. അതേപോലെ നമുക്ക് MSC പ്രിഫറൻസ് വരില്ല. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് റീസെല്ലേഴ്സിനും ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഇനി വരുന്നത് ക്വാഡ്രൻസ് ആണ്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ പ്രൊഡക്റ്റുകൾ, അതായത് നമ്മളൊരു ജെമ്മിൽ രജിസ്റ്റർ ചെയ്യുന്നു, പ്രൊഡക്റ്റുകളെ കാറ്റലോഗ് ചെയ്യണം. ഈ കാറ്റലോഗുകൾ നമുക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പറ്റില്ല. അതായത് ജെമ്മ് കുറേ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ പല പ്രൊഡക്റ്റുകളും പല ക്വാഡ്രൻസ് ആയിട്ടാണ് അവർ ചെയ്തേക്കണത്. ക്വാഡ്രൻസ് എന്ന് പറയുമ്പോൾ Q1, Q2, Q3, Q4 എന്ന് പറഞ്ഞ 4 ക്വാഡ്രൻസ് ആയിട്ടാണ് ജെമ്മിലുള്ള പ്രൊഡക്റ്റുകളെ ഇവർ അസംബിൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിനെ ആദ്യം ജെമ്മിൽ തന്നെ കാണിച്ചു തരാം. നമ്മളൊരു ചെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ അടിച്ചു സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വാഡ്രൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. ക്വാഡ്രൻസ് Q1, Q2, Q3, Q4 എന്ന് പറഞ്ഞ 4 ക്വാഡ്രൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ക്വാഡ്രൻസിൽ വരുമ്പോൾ നമുക്ക് ഈ ചെയർ എന്നൊക്കെ പറയുന്നത് Q2 ആണ്. അപ്പോൾ Q1, Q2, Q3 എന്നുള്ളത് എന്താണെന്നുള്ളത് ആദ്യം കാണിക്കാം. അപ്പോൾ ഇതിൽ കണ്ടു Q3. അപ്പോൾ നമ്മൾ ക്വാഡ്രൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? Q3, Q2, വെർഷൻ 5 എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ് വെർഷൻ എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇതാണ് അറിയേണ്ടത്, പ്രൊഡക്ട്സിന് എപ്പോഴും ഒരു ക്യൂ വെച്ചിട്ടൊരു ഐറ്റം ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അതുവഴിയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഏത് ക്വാഡ്രൻറ്റിലാണെന്നുള്ളത് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വാഡ്രൻസ് എന്നുള്ളത്. ഇനി ക്വാഡ്രൻസ് എന്താണെന്നുള്ളത് ആദ്യം പറയാം, എന്നിട്ട് വീണ്ടും തിരിച്ചു വരാം. Q1 എന്ന് പറയുന്ന ക്വാഡ്രൻസ് എന്ന് പറയുന്നത് നമുക്ക് മാനുഫാക്ചറർക്ക് മാത്രം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ മാനുഫാക്ചറർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു പ്രൊഡക്റ്റാണ് Q1. പക്ഷേ എന്ന് വെച്ച് എൻ്റെ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഞാൻ ചെയർ മാനുഫാക്ചർ ആണെന്ന് പറഞ്ഞ് Q1 വരില്ല. Q1 ഏതൊക്കെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ജെമ്മ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റുകളിൽ Q1. അപ്പോൾ ആ Q1 എന്നുള്ളത് മാനുഫാക്ചറർക്ക് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗ് ഉണ്ടാക്കാൻ മാനുഫാക്ചറർക്ക് മാത്രമേ പറ്റുള്ളൂ. ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ മാനുഫാക്ചർക്ക് മാത്രമേ പറ്റുള്ളൂ, റീസെല്ലർക്ക് പറ്റില്ല. ആ പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗിനെ കൺട്രോൾ ചെയ്യാൻ മാനുഫാക്ചർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇനി എന്താണ് Q1 കാറ്റഗറി എന്നുള്ളത് കാണിച്ചു തരാം. Q1 ഇപ്പം നമ്മൾ കാർ എന്ന് പറയുന്നൊരു ഐറ്റം, പാസഞ്ചർ കാർ എന്ന് പറയുന്നത് Q1 കാറ്റഗറിയിൽ പെട്ടതാണ്. അതായത് മാരുതി സുസുക്കി അല്ലെങ്കിൽ ടാറ്റ ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ പറയുന്ന ക്വാഡ്രൻസിലുള്ള ടെൻഡറുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്വാഡ്രൻസിലുള്ള ഡയറക്റ്റ് പർച്ചേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അവരെ മാനുഫാക്ചറാണെന്ന് തെളിയിച്ചിട്ട് അതിനകത്ത് ജെമ്മിൽ ബിസിനസ് ചെയ്യാനോ ഈ പറയുന്ന മാനുഫാക്ചറർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ക്വാഡ്രൻ 1 എന്ന് പറയുന്നത് കൂടുതലും ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ്,
അതായത് ഇപ്പോൾ കാറ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡയറക്റ്റ് മാരുതിയിൽ നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യുള്ളൂ. അതേപോലെ ഇപ്പോൾ ഒരു ലെയ്ലാൻഡിൻ്റെ ലോറി വേണം, അപ്പോൾ ഡയറക്റ്റ് ലെയ്ലാൻഡിൽ നിന്ന് മേടിക്കണം. അങ്ങനെയുള്ള ഒരു ക്വാഡ്രൻ്റാണ് Q1 എന്ന് പറയുന്നത്. അപ്പോൾ Q1 എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത് ഗവൺമെൻറ് തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് ആ പ്രൊഡക്റ്റുകളിൽ Q1 മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. ഇതിൽ റീസെല്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അതായത് നമുക്കിപ്പോൾ മാരുതി, എനിക്ക് പോത്തൻസ് അല്ല, ഇപ്പോൾ മഹീന്ദ്ര, പോത്തൻസ്, വയലാട്ട് എന്ന് പറഞ്ഞ കുറേ ഡീലേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ക്വാഡ്രൻ 1 ഇതിനകത്ത് മാനുഫാക്ചർക്ക് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് മാരുതി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ സിമ്പിൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ലുലു പോലത്തെ കമ്പനികൾ ഡയറക്റ്റ് പർച്ചേസാണ് ചെയ്യുന്നത്. അതായത് മെർച്ചൻ്റ് അതിൻ്റെ ഇടയിലൊരു റീസെല്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് അവർ സമ്മതിക്കില്ല. ഇപ്പോൾ ഡയറക്റ്റ് പല പ്രൊഡക്റ്റുകളും ചെയ്യുന്ന ആൾക്കാർക്കറിയാം, അവർ ഡയറക്റ്റാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ബ്രോക്കറേജസ് അവർ സമ്മതിക്കില്ല. അതേപോലെ ഗവൺമെൻറ് പറയുന്നതാണ് ഈ പറയുന്ന പാസഞ്ചർ കാർ അല്ലെങ്കിൽ ക്വാഡ്രൻ 1 ഞങ്ങൾ മാനുഫാക്ചറിൻ്റെ നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യുള്ളൂ. അതാണ് ക്വാഡ്രൻ 1. ക്വാഡ്രൻ 1 എന്ന് പറയുമ്പോൾ അപ്പോൾ മാനുഫാക്ചർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് ഞാൻ ചെയർ മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ചെയർന്ന് Q1 വരില്ല. Q1 എന്തൊക്കെയാണോ പ്രൊഡക്റ്റ് അത് ഗവൺമെൻറ് ലിസ്റ്റ് ചെയ്തേണ്ട ആ പ്രൊഡക്റ്റുകളിൽ മാത്രമാണ് Q1 ആപ്ലിക്കബിൾ ഉള്ളൂ. അപ്പോൾ അതിൽ കാറ്റലോഗ് ആഡ് ചെയ്യാനും ബ്രാൻഡ് ചെയ്യാനും അതിൽ വിൽക്കാനും എല്ലാം മാനുഫാക്ചർക്ക് മാത്രമേ പറ്റുള്ളൂ. അടുത്തൊരു ക്വാഡ്രൻ്റാണ് വരുന്നത് Q2 എന്ന് പറയുമ്പോൾ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർക്കും ഓതറൈസ്ഡ് റീസെല്ലർക്കും സെല്ല് ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റ്. Q2 വരുന്ന ക്വാഡ്രൻസിൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർക്കും റീസെല്ല് ചെയ്യാം. അതേപോലെ അവർ ഓതറൈസ് ചെയ്തേക്കുന്ന റീസെല്ലേഴ്സിനും ചെക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ കാർ എന്ന് പറയുന്ന ഐറ്റം Q2 വരില്ല, Q3 വരില്ല. അതായത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഒരു ക്വാഡ്രൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ചെയറിൻ്റെ ആളാണ്, എനിക്ക് Q1 ചെയ്യാൻ പറ്റില്ല. ചെയർ എന്ന് പറയുന്നത് ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് Q2 അപ്പോൾ നമുക്ക് Q2 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയർ നമ്മൾ കാണിച്ചു. ചെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് Q2 ആണ്. ചെയർ കാണിച്ചു തരാം. അപ്പോൾ ചെയറിൻ്റെ മാനുഫാക്ചറർ അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ചെയർ Q2, കഫറ്റേരിയ ചെയർ, റിവോൾവിംഗ് ചെയർ, ഇത് ക്വാഡ്രൻ 2. അത് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ക്വാഡ്രൻ 2 കാറ്റഗറി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്വാഡ്രൻ 2 കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർക്കും സെല്ല് ചെയ്യാം, റീസെല്ലർക്കും സെല്ല് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ആദ്യം കാണിച്ചു. അതായത് ഇപ്പോൾ DSR എന്നുള്ളത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർ തന്നെയാണ് ഇത് വിൽക്കുന്നത്. OEM സെല്ലർ എന്നുള്ളത് OEM ആണ്. പക്ഷേ നമ്മളിവിടെ കാണിച്ചിരുന്നു ഇതിനകത്ത് വരുമ്പോൾ, അതായത് നീൽക്കമലിൽ വരുമ്പോൾ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർ അല്ല അത് സെല്ല് ചെയ്യുന്നത്. അത് സെല്ല് ചെയ്യുന്നത് ഇവരാണ്, റീസെല്ലറാണ്. ഞാൻ ഒന്നും കൂടി അത് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു DSR എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇത് ക്വാഡ്രൻ കാറ്റഗറിയാണ്. ഇതിൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർക്കും വെക്കാം, ഓതറൈസ്ഡ് റീസെല്ലർക്കും വിൽക്കാം. അപ്പോൾ ഞാൻ നീൽക്കമലിനെ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. അവർ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ അല്ല വെക്കുന്നത്, അവർ റീസെല്ലറെയാണ് വിൽക്കുന്നത്. നീൽക്കമൽ സെലക്ട് ചെയ്തു. നമുക്കിവിടെ ഷോക്കേസ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ സെല്ലർ എന്നുള്ളിടത്ത് റീസെല്ലറാണ്. ഓക്കെ, അതിൻ്റെ മീൻസ് നമുക്ക് ഈ പറയുന്ന കാറ്റഗറിയിൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർക്കും വിൽക്കാം, അതേപോലെ റീസെല്ലർക്കും വിൽക്കാം. അതായത് മാനുഫാക്ചറർ ഇപ്പോൾ നീൽക്കമൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് റീസെല്ലർ വഴി വിൽക്കുക എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി. പക്ഷേ ഞാനൊരു ചെറിയ മാനുഫാക്ചററാണ്, എനിക്ക് റീസെല്ലറിനെ ക്രിയേറ്റ് ചെയ്യേണ്ട, ഞാൻ തന്നെ വിറ്റാൽ മതി എന്നെങ്കിൽ അങ്ങനെയും വിൽക്കാം. പക്ഷേ നമുക്കും വേണമെങ്കിൽ ജെം വഴി റീസെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ ഞാനൊരു ചെറിയ ആളാണ്, പക്ഷേ എനിക്ക് റീസെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് റീസെല്ലറിനെ ക്രിയേറ്റ് ചെയ്യാനും വിൽക്കാനും താല്പര്യമുണ്ട്, ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ക്വാഡ്രൻ 2 എന്ന് പറയുന്നത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർക്കും വിൽക്കാം, ഓതറൈസ്ഡ് റീസെല്ലർക്കും വിൽക്കാം. ഇതിൽ ആർക്കൊക്കെ കാറ്റലോഗ് ചെയ്യാം, അതായത് ബ്രാൻഡ് ആർക്കൊക്കെ ചെയ്യാം. അതായത് ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്നത് Q2 കാറ്റഗറിയിൽ ബ്രാൻഡ് ചെയ്യാം. ഇപ്പോൾ നീൽക്കമലിന് ബ്രാൻഡ് ചെയ്യാം. പക്ഷേ നമുക്കത് ബ്രാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ മാനുഫാക്ചറർ ആയിരിക്കണം.
അപ്പോൾ നമ്മൾ DSR എന്ന് പറയുന്ന പാർട്ടിയുടെ നമ്മളിപ്പോൾ എടുത്ത് നോക്കുകയാണെന്നിരിക്കട്ടെ, ഇപ്പോൾ നീൽക്കമലിനെ നമ്മൾ ഒഴിവാക്കി നമ്മൾ DSRൻ്റെ പ്രൊഡക്റ്റ് നോക്കുകയാണ്. DSR എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ അറിയാം DSR രജിസ്റ്റേർഡ് ബ്രാൻഡ്, അതാണ് ഇവിടെ ആർന്ന് കാണുന്നത്, രജിസ്റ്റേർഡ് ബ്രാൻഡാണ്. അപ്പോൾ അവർക്ക് ട്രേഡ് മാർക്ക് ഉണ്ട്, അവർ മാനുഫാക്ചറായിട്ട് അസസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, മാനുഫാക്ചറായിട്ട് അസസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അവർ OEM ആണ്. ഈ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവർ ചെയ്തേക്കുന്നത് ട്രേഡ് മാർക്ക് ഉള്ളത് കൊണ്ട് അവരവരുടെ ബ്രാൻഡ് ചെയ്തു. പക്ഷേ ആസ് എ റീസെല്ലർ എനിക്ക് നീൽക്കമലിൻ്റെ ചെയർ എടുത്തിട്ടോ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ചെയർ എടുത്തിട്ടോ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്വാഡ്രാന്റ് 2 ആണ്, നമുക്ക് ബ്രാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് നീൽക്കമൽ ബ്രാൻഡ് ചെയ്തിട്ട് നമുക്ക് തരും, നമുക്കത് റീസെല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ DSR ബ്രാൻഡ് ചെയ്തിട്ട് നമുക്ക് തരും, നമുക്ക് റീസെല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്രാൻഡ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കാറ്റലോഗ് പുതിയത് ക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് ആ ക്വാഡ്രൻറ്റിൽ പറ്റില്ല. പക്ഷേ നീൽക്കമൽ നമുക്കൊരു ഓതറൈസേഷൻ തരുവാണെങ്കിൽ അതിൻ്റെ ഓഫർ പ്രൈസും എവിടെയൊക്കെ ഇന്ത്യയിൽ വിൽക്കണമെന്നുള്ളത് സെറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. അതായത് നമുക്ക് ആ കാറ്റലോഗിൽ നമ്മുടെ ഓഫർ പ്രൈസ് സെറ്റ് ചെയ്യാനും നമ്മുടെ സ്റ്റോക്ക് സെറ്റ് ചെയ്യാനും ഇൻവെൻറ്ററി മാനേജ് ചെയ്യാനും നമ്മുടെ ഡെലിവറി ലൊക്കേഷൻസ് മാനേജ് ചെയ്യാനും മാത്രമേ നമുക്കത് പറ്റുള്ളൂ. ആ ഒരു കാറ്റലോഗ് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതാണ് ക്വാഡ്രന്റ് 2. പിന്നെ നമുക്ക് വരുന്നത് ഓതറൈസ്ഡ് റീസെല്ലർ. അതായത് നീൽക്കമൽ നമ്മളെ ഓതറൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ചെയർ വിൽക്കാൻ പറ്റുള്ളൂ. അതായത് ആ പ്രൊഡക്റ്റ് ആ ക്വാഡ്രന്റിൽ വരുന്ന കാറ്റഗറീസിൽ ആരാണോ മാനുഫാക്ചറർ അവർ നമുക്കൊരു ഓതറൈസേഷൻ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം, ഓതറൈസേഷൻ മീൻസ് ലെറ്ററിലല്ല, നമുക്ക് ജെം വഴി ഒരു ഓതറൈസേഷൻ തരണം. ആ ഓതറൈസേഷൻ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് OEMന് തന്നെ ഇപ്പം എനിക്ക് നീൽക്കമൽ തന്നു, എൻ്റെ പ്രൊഡക്റ്റിനെ ഞാൻ വിൽക്കുന്നുണ്ട്, ഞാൻ റീസെല് ചെയ്യുന്നുണ്ട്, ഞാൻ ബിഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ റിവോക്ക് ചെയ്യാം, നമ്മളെ സസ്പെൻഡ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മാനുഫാക്ചറായിട്ട് എങ്ങനെയാണോ ഡീല് അതനുസരിച്ചാണ് നമുക്ക് ഈ ക്വാഡ്രൻസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വാഡ്രൻറ്റ് വരുന്നതാണ് Q3. ഇതിൽ നമുക്ക് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, റീസെല്ലർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഓതറൈസ്ഡ് റീസെല്ലർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതായത് Q3 വരുന്ന പ്രൊഡക്റ്റിൽ കാറ്റഗറീസിൽ നമുക്ക് മാനുഫാക്ചർ അല്ലെങ്കിൽ പോലും റീസെല്ലറായിട്ട് ചെയ്യാം. അതായത് നമ്മളിവിടെ പറഞ്ഞിരുന്നു മാനുഫാക്ചറർ ജേണി ഇത് ചെയ്തില്ല, നമ്മൾ മാനുഫാക്ചറാണ് പക്ഷേ നമുക്ക് റീസെല്ലറായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതായത് റീസെല്ലർ പാനൽ വെരിഫിക്കേഷൻ ഇല്ലാതെ തന്നെ നമുക്കൊരു റീസെല്ലറാണ്, മാനുഫാക്ചർ ആണെങ്കിൽ പോലും റീസെല്ലറായിട്ട് ചെയ്യാം. അതിൻ്റെ ഓപ്ഷനാണ് ഇനി അടുത്ത് നോക്കുന്നത്. അപ്പോൾ Q3 കാറ്റഗറിയിൽ വരുന്ന ഒരു ഐറ്റം Q3, അതായത് ഇപ്പോൾ ഓഫീസ് ബാംബുവിൻ്റെ കീഴിൽ വരുന്ന ചെയർ Q3, ഇത് Q3 ആണ്. റിവോൾവിംഗ് ചെയർ Q2 ആണ്. ഈ Q3 വരുന്ന ഐറ്റം നോക്കുവാണെങ്കിൽ നമുക്കിതിനകത്ത് അറിയാൻ പറ്റും, ഇതിനകത്ത് അൺബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ടാവും, അതേപോലെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ടാവും. അതായത് ഇതിനകത്ത് ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതായത് ഈ ക്വാഡ്രൻസിൽ മാനുഫാക്ചർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, മാനുഫാക്ചറിൻ്റെ ഓതറൈസ്ഡ് ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നീൽക്കമലിന് വേണമെങ്കിൽ നീൽക്കമലിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നീൽക്കമലിൻ്റെ ഓതറൈസ്ഡ് മാനുഫാക്ചർ റീസെല്ലർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ നീൽക്കമലിൻ്റെ ഓതറൈസേഷൻ ഇല്ല, ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ എനിക്ക് റീസെല്ലറായിട്ട് അൺബ്രാൻഡഡ് ആയിട്ട് ഇതിനകത്ത് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതാണ് Q3 കാറ്റഗറി. ക്വാഡ്രന്റ് 3 കാറ്റഗറി എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് അതാണ്. Q2 എന്ന ഡിഫറൻസ് ഇവിടെ എഴുതിയേക്കുന്നത് റീസെല്ലർ, ഓതറൈസ്ഡ് എന്നുള്ള ഓപ്ഷൻ നമുക്കില്ല. അതായത് നമുക്ക് ഓതറൈസ്ഡ് ആണെങ്കിൽ നീൽക്കമലിൻ്റെ ചെയ്യാം, ഓതറൈസ്ഡ് അല്ലെങ്കിൽ എനിക്ക് വേറെ ബ്രാൻഡ് ചെയ്യാം. ഇനി നീൽക്കമലിൻ്റെ പ്രൊഡക്റ്റ് പോലും ആണ് ചെയ്യുന്നതെങ്കിൽ പോലും എനിക്ക് അൺബ്രാൻഡഡ് ആയിട്ട് ചെയ്യാൻ പറ്റും ആ പ്രൊഡക്റ്റിനെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ Q3 വരുന്ന പ്രൊഡക്റ്റുകൾ, അതായത് ക്വാഡ്രന്റ് 3 വരുന്ന പ്രൊഡക്റ്റുകളാണെങ്കിൽ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് ഏത് ക്വാഡ്രന്റിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ കൂടുതലും എഫക്റ്റീവായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ OEMന് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, റീസെല്ലർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഓതറൈസ്ഡ് റീസെല്ലർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് നമ്മളിവിടെ Q2 കാറ്റഗറിയിൽ പറഞ്ഞു കാറ്റലോഗ് മാനുഫാക്ചർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നീൽക്കമൽ അല്ലെങ്കിൽ വോൾട്ടാസ് അവർക്കൊക്കെ മാത്രമാണ് കാറ്റലോഗ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കതിനകത്ത് ഓഫർ പ്രൈസും അതേപോലെ എൻ്റെ ലൊക്കേഷൻ ഡെലിവറി ലൊക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ Q3 എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ ഞാൻ അൺബ്രാൻഡഡ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ആ പ്രൊഡക്റ്റിനെ എങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാവോ അങ്ങനെ എല്ലാം കസ്റ്റമൈസ് ചെയ്ത് എനിക്ക് ആ പ്രൊഡക്റ്റിനെ എനിക്ക് കാറ്റലോഗ് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ Q3 Q2 തമ്മിലുള്ള ഡിഫറൻസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. Q2 കൂടുതലും ഇപ്പോൾ Q1 നോക്കിയാൽ ബ്രാൻഡ് അല്ലാത്ത ഒരു പ്രൊഡക്റ്റും നമുക്ക് കാണാൻ പറ്റില്ല. അതായത് അൺബ്രാൻഡഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം നമുക്ക് കാണാൻ പറ്റില്ല. Q3 അതായത് Q2 റിവോൾവിംഗ് ചെയറിൽ നോക്കിയാലും എല്ലാം ബ്രാൻഡഡ് ആണ്. DSR, JMD, ശ്രീവാസ്തവ, ഏതൊരു നീൽക്കമൽ എല്ലാം Q2 കാറ്റഗറി വരുമ്പോഴത്തേക്ക് ബ്രാൻഡഡ് ആണ്. പക്ഷേ ഞാനിപ്പോൾ Q3 കാണിച്ചപ്പോൾ നമുക്ക് അൺബ്രാൻഡഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. അതായത് അൺബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ ബ്രാൻഡ് ഇല്ല, ട്രേഡ് മാർക്ക് ഇല്ല,
എന്നാൽ പോലും എനിക്ക് എൻ്റെ പ്രൊഡക്റ്റിനെ വിൽക്കാം. എൻ്റെ പ്രൊഡക്റ്റിനെ ഞാൻ ബ്രാൻഡ് ചെയ്തിട്ടില്ല, എന്നാലും എൻ്റെ പ്രൊഡക്റ്റിനെ വിൽക്കാം. ഞാൻ മാനുഫാക്ചറാണ്, പക്ഷേ ഞാൻ മാനുഫാക്ചറായിട്ട് ജെം എന്നെ അസസ് ചെയ്തിട്ടില്ല, എന്നാലും എനിക്ക് ആ പ്രൊഡക്റ്റിനെ വിൽക്കാം. ആ പ്രൊഡക്റ്റിനെ അൺബ്രാൻഡഡ് ആയിട്ട് എനിക്ക് റീസെല്ലറായിട്ട് വിൽക്കാനുള്ള ഓപ്ഷനാണ് Q3. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് എല്ലാ കാറ്റഗറിയിലും ചെയ്യാൻ പറ്റില്ല. Q3 എന്ന കാറ്റഗറിയുടെ കീഴിലാണ് എൻ്റെ പ്രൊഡക്റ്റ് വരുന്നതെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും. അതാണ് Q3യുടെ പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് ക്വാഡ്രൻസ് അൺബ്രാൻഡഡ് ഉണ്ട്, ബ്രാൻഡ് ഉണ്ട്, പല രീതിയിലുണ്ട്. ക്വാഡ്രൻറ്റ് 3 എന്ന് പറയുന്നതിൽ വരുന്നതാണ്. ക്വാഡ്രൻറ്റ് 4 വരുന്ന നമ്മുടെ കാറ്റഗറി ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്യാം, എനിക്ക് വിൽക്കാം, ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. Q3യിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ട്രേഡ് മാർക്ക് വേണം. ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ബ്രാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് Q3യിൽ ബ്രാൻഡ് ചെയ്യാം, എന്നിട്ട് എനിക്ക് റീസെല്ലറായിട്ട് എൻ്റെ പ്രൊഡക്റ്റിനെ വിൽക്കാം. മാനുഫാക്ചർ ആണെങ്കിൽ പോലും ഞാൻ അസസ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്ക് റീസെല്ലറായിട്ടുള്ള വിൽക്കാനുള്ള ഓപ്ഷൻ എനിക്കുണ്ട്. അതായത് അൺബ്രാൻഡായിട്ടും വിൽക്കാം, ബ്രാൻഡായിട്ടും വിൽക്കാം. പക്ഷേ നമുക്ക് ട്രേഡ് മാർക്ക് ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. അതാണ് വ്യത്യാസം. ഇനി Q4 എന്ന് പറയുന്ന കാറ്റഗറി, അതായത് Q4 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ OEMന് വിൽക്കാം, ഓതറൈസ്ഡ് റീസെല്ലർക്ക് വിൽക്കാം, ഓതറൈസ്ഡ് അല്ലാത്ത റീസെല്ലർക്ക് വിൽക്കാം, ബ്രാൻഡ് ആവണം, അൺബ്രാൻഡ് ആവണം, ഒരു നിർബന്ധമില്ല. ഇനി Q4ലുള്ള കാറ്റഗറി ഒരെണ്ണം കാണിച്ചു തരാം. നമുക്ക് Q4ൽ വരുന്നൊരു കാറ്റഗറിയാണ് ബ്രൂം എന്ന് പറയുന്നത്. ചൂല്, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ചൂലെന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് ബ്രൂം, സ്വീപ്പിംഗ് ബ്രൂം, ഹാൻഡ് സ്വീപ്പിംഗ് ബ്രൂം. ഓക്കെ, ഇത് Q4 കാറ്റഗറിയാണ് കേട്ടോ, Q4 കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൽ Q4 കാറ്റഗറിയിൽ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ എല്ലാം ഏറെക്കുറെ എല്ലാം അൺബ്രാൻഡഡ് തന്നെയാണ്. ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകളെ മാത്രമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ബ്രാൻഡായിട്ടുള്ളത്. ബാക്കിയെല്ലാം അൺബ്രാൻഡഡ് ആണ്. ഇതിലെല്ലാം കൂടുതലും റീസെല്ലേഴ്സാണ്. കാരണം മാനുഫാക്ചറായിട്ട് ചെയ്യാതെ ഇതിനകത്ത് മാനുഫാക്ചറൊന്നും ഇതിനകത്ത് കൂടുതൽ കോമ്പറ്റീഷൻ വരാത്തതുകൊണ്ട് റീസെല്ലറായിട്ട് ചെയ്യാനുള്ള കാറ്റഗറീസാണ്. അപ്പോൾ പേപ്പർ എന്ന് പറയുന്നത് Q4ലാണ് വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റുകളെ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏത് കാറ്റഗറി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ജെം എടുക്കുക, നമ്മുടെ പ്രൊഡക്റ്റിനെ ഇവിടെ സെർച്ച് ചെയ്യുക. ചെയർ ആണെങ്കിൽ ചെയർ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ചെയറിൻ്റെ കീഴിലുള്ള പല കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതിൽ Q3 ആണോ, Q2 ആണോ, Q4 ആണോ എന്നെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഞാൻ എഴുതി ലിസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ പ്രൊഡക്റ്റ് ഏത് ക്വാഡ്രൻസിൽ വരുന്നു എന്നുള്ളതാണ്. ആ ക്വാഡ്രൻസിനെ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇനി ഏതൊരാൾക്കും ഇപ്പോൾ എനിക്ക് Q2 റിവോൾവിംഗ് ചെയർ ആണ് വിൽക്കേണ്ടത്, പക്ഷേ എനിക്ക് നീൽക്കമ്മൽ വിൽക്കണമെങ്കിൽ നീൽക്കമ്മലായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ അലോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ Q2ൽ വിൽക്കാം. അപ്പം ആ Q2 മുതൽ Q4 വരെയുള്ള ഏതൊരു ക്വാഡ്രൻസിൽ എനിക്ക് വിൽക്കാം. പക്ഷേ ആ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ Q1, Q2, Q3, Q4 എന്ന് പറയുന്ന ക്വാഡ്രൻസ് ആണുള്ളത്. ഈ ക്വാഡ്രൻസിൽ ഉള്ള നിയമാവലിയാണിത്. അതായത് Q1ൽ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് പറയാം. Q1 എന്നുള്ളത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സ് മാത്രമാണ്. അതിനകത്ത് ചില കാറ്റഗറീസിനെ ഗവൺമെൻറ് Q1 ക്വാഡ്രൻസിൽ പെടുത്തിയിട്ടുണ്ട്. അവർക്ക് മാനുഫാക്ചർക്ക് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. Q2 എന്നുള്ളത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർക്കും ഓതറൈസ്ഡ് റീസെല്ലർക്കും വിൽക്കാനുള്ള ഓപ്ഷനുണ്ട്. Q3 എന്നുള്ളത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർക്ക് വിൽക്കാം, റീസെല്ലർക്ക് വിൽക്കാം, ഓതറൈസ്ഡ് റീസെല്ലർക്ക് വിൽക്കാം. അതേപോലെ നമുക്ക് Q3യുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് Q3യിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അൺബ്രാൻഡായിട്ട് ചെയ്യാം, ബ്രാൻഡായിട്ട് ചെയ്യാം. ബ്രാൻഡായിട്ട് ചെയ്യണമെങ്കിൽ ട്രേഡ് മാർക്ക് വേണം. പക്ഷേ നമുക്ക് ബ്രാൻഡായിട്ട് റീസെല്ലിങ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. മാനുഫാക്ചറായിട്ട് അസസ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ Q4 എന്നുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഇതേപോലെ തന്നെയാണ്, ഫുള്ളി ഓപ്പൺ പ്രൊഡക്റ്റാണ്. മീൻസ് നമുക്ക് ഏതൊരാൾക്കും നമ്മുടെ പ്രൊഡക്റ്റ് Q4ലാണ് ക്വാഡ്രൻസിലാണ് വരുന്നതെങ്കിൽ ഏതൊരു സാധാ ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ആമസോണിലൊക്കെ കാണുന്ന പോലെ തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് പോലുള്ള കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. എനിക്കൊരു സ്റ്റോക്ക് ഇല്ലെങ്കിൽ പോലും, കാരണം എനിക്കൊരു ഡയറക്റ്റ് പർച്ചേസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ എൻ്റെ ഒരു ബിഡിങ് ആണെങ്കിൽ പോലും നമുക്ക് കുറച്ച് ടൈം കിട്ടുമല്ലോ. അതുകൊണ്ട് നമുക്കൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെ വേണമെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാനുള്ള അവസരം ഗവൺമെൻറ് തന്നിട്ടുണ്ട്. ഇതാണ് ക്വാഡ്രൻറ്റ് പോളിസീസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും ജെം രജിസ്ട്രേഷൻസ് എന്തുകൊണ്ടാണ് അസസ്മെൻറ്റ് ചെയ്യുന്നത്. Q2യിലുള്ളവർ അസസ്മെൻറ്റ്, അതായത് Q2യിലേക്കുള്ള നമുക്ക് എൻട്രി കിട്ടണമെങ്കിൽ നമ്മൾ മാനുഫാക്ചറർ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഐറ്റം അതുകൊണ്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് റീസെല്ലർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചെയ്യാം. Q2യിലുള്ള ഐറ്റം ചെയ്യാൻ വേണ്ടി മാത്രമാണ് റീസെല്ലർ പാനൽ വെരിഫിക്കേഷൻ തന്നെ. Q3 Q4 വരുവാണെങ്കിൽ ഈ ഒരു ഫേസ് നമുക്ക് ആവശ്യമില്ല. ജെം രജിസ്ട്രേഷൻ ചെയ്ത് നമുക്ക് കാറ്റലോഗ് അഡീഷൻ ചെയ്ത് ബിഡിലും ഡയറക്റ്റ് പർച്ചേസിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ക്വാഡ്രൻറ്റ് പോളിസീസ്. ഇനി വരുന്നതെന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് പർച്ചേസ് ആണ് ജെമ്മിൽ കൂടെ നടക്കുന്നത്. അതായത്
പലതരം പർച്ചേസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആമസോണിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ആമസോണിലുള്ള പർച്ചേസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് പർച്ചേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ ഗവൺമെൻറ് ജെമ്മിലും തന്നിട്ടുണ്ട്, ഡയറക്റ്റ് പർച്ചേസ്. ഈ മൂന്ന് തരം പർച്ചേസാണ് ജെമ്മ് വഴി നടക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് പർച്ചേസ്, രണ്ട് ബിഡിങ്, അതായത് ടെൻഡറിങ് അല്ലെങ്കിൽ ബിഡിങ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഡയറക്റ്റ് പർച്ചേസ്? മൂന്ന് ടൈപ്പ് ഓഫ് പർച്ചേസ് പറഞ്ഞു, മൂന്ന് തരത്തിൽ നടക്കുന്നുണ്ട്. രണ്ട് തരത്തിലാണ് മെയിൻലി. ഒന്ന് ഡയറക്റ്റ് പർച്ചേസ്, രണ്ട് ബിഡ്. അതിൽ തന്നെ ഡയറക്റ്റ് പർച്ചേസ് എന്നുള്ളത് രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് 50,000 വരെയുള്ള പർച്ചേസുകളിൽ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ഞാനൊരു ബയ്യറാന്നിരിക്കട്ടെ, ഞാനിപ്പോൾ SBIയുടെ ഒരു സ്റ്റാഫാണ്, എനിക്ക് ബൈ ചെയ്യണം, അതായത് ഒരു പേപ്പർ ബൈ ചെയ്യണം. പേപ്പർ എന്ന് പറയുന്നത് Q4 ക്വാഡ്രൻറ്റിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഒരു ആൾക്കാർ റീസെല്ലിങ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നു. അയാൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗ്, അതായത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഐറ്റം ഇല്ല, ഫേസ് 2 ഇല്ല, ജെം രജിസ്ട്രേഷൻ ചെയ്തു, കാറ്റലോഗ് അഡീഷൻ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ കാറ്റലോഗ് അഡീഷൻ വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇതേപോലെ ഷോ ആയിട്ടുണ്ടാവും. ഈ ഷോ അയക്കുന്ന പ്രൊഡക്റ്റിനെ എനിക്ക് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഈ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആമസോണിൽ നമ്മുടെ വീട്ടിലിരുന്ന് മേടിക്കുന്ന പോലെ തന്നെ ബയ്യർക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ആ വില ഇഷ്ടപ്പെട്ടു, ഓക്കെയാണ്, അവർക്ക് ഡയറക്റ്റ് 50,000 വരെ പർച്ചേസ് ചെയ്യാം. അതാണ് ഡയറക്റ്റ് പർച്ചേസ് അപ് ടു 50,000. അതിലൊരു കമ്പാരിസൺ ഒന്നും വേണ്ട. അതായത് എൻ്റെ പ്രൊഡക്റ്റ്, ചില പ്രൊഡക്റ്റുകൾ സബ്സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഇയാളുടെ പ്രൊഡക്റ്റ്, അതായത് ചില പ്രൊഡക്റ്റ് സബ്സ്റ്റാൻഡേർഡ്, എനിക്കത് വേണ്ട, അതിന് 10,000 രൂപയാണ്. പക്ഷേ നല്ല പ്രൊഡക്റ്റിന് 12,500 എനിക്ക് 12,500 പ്രൊഡക്റ്റ് മേടിക്കാം. അത് ആ ഒരു ആനുകൂല്യം 50,000 രൂപ വരെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ആയിരിക്കണം. നമ്മുടെ പ്രൊഡക്റ്റ് ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് കാറ്റലോഗ് ഷോക്കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50,000 രൂപ വരെ കമ്പാരിസൺ ചെയ്യാതെ, അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറച്ചും കൂടി ഹയർ ആണ് നിങ്ങളുടെ കോമ്പറ്റേറ്ററിൽ, പക്ഷേ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാല്യൂ ഹയർ ആണ് എന്ന് ബയ്യർക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് 50,000 വരെയുള്ളത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ബയ്യർക്ക് ഓപ്ഷൻ ഉണ്ട്. അതാണ് ഡയറക്റ്റ് പർച്ചേസ് അപ് ടു 50,000. അതായത് ഒരു കമ്പാരിസണും ഇല്ല, ഞാൻ മറ്റൊരാളുടെ റേറ്റ് കമ്പയർ ചെയ്തിട്ടല്ല നിങ്ങളുടെ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ അതാണ് ഡയറക്റ്റ് പർച്ചേസ് അപ് ടു 50,000. അപ്പോൾ 50,000 രൂപ വരെയുള്ള പ്രൊഡക്റ്റ്, അതായത് ഒരു പേനയാണെങ്കിൽ പേന 50,000 രൂപ വരെ എനിക്ക് ഇഷ്ടമുള്ള ആളുടെ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാറ്റലോഗ് കണ്ടിട്ട് എടുക്കാം. പക്ഷേ 50,000-ന് മേളിലാണ് വരുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, കമ്പാരിസൺ ചെയ്യണം. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ L1 ആയിരിക്കണം. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ പലയിടത്തും കൊട്ടേഷനൊക്കെ കൊടുക്കുമ്പോൾ സപ്പോർട്ടിംഗ് കൊട്ടേഷൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ അവർ പറയും മിനിമം 3 കൊട്ടേഷൻസ് ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ റീടെൻഡർ ആവും, അങ്ങനെയുള്ള ഓപ്ഷൻസ്. സെയിം ക്രൈറ്റീരിയ തന്നെയാണ് ഇത്. അതായത് 3 പേരെ കമ്പയർ ചെയ്തിട്ട് അതിൽ L1 നമ്മളാണെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ വരെയുള്ള പർച്ചേസ് ബിഡില്ലാതെ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ബയ്യർക്ക് പറ്റും. അതായത് ബിഡൊന്നും പ്ലേസ് ചെയ്യേണ്ട, നമ്മൾ ഇതേപോലെ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്തേക്കുവാണ്. ഈ പറയുന്ന പോലെ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഷോക്കേസ്ഡ് ആണ്. ഇപ്പോൾ ചെയർ എനിക്ക് ഷോക്കേസാണ്, ഇങ്ങനെ ഞാൻ കാണിച്ചു വെച്ചേക്കുവാണ്. അതേപോലെ 5,000 രൂപയുടെ ചെയറാണ്. എനിക്കപ്പോൾ 10 ചെയർ വരെ മേടിക്കണമെങ്കിൽ കമ്പാരിസൺ വേണ്ട. എനിക്ക് DSRൻ്റെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, എൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്, എൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, എൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്, 5,000 രൂപയാണ്. അപ്പോൾ എനിക്ക് 10 പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ 50,000 ആണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് പർച്ചേസ് മേടിക്കാം. പക്ഷേ 11ാമത്തെ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ 50,000-ന് മേളിൽ പോയി. അപ്പോൾ എനിക്ക് കമ്പാരിസൺ ചെയ്യണം. ഈ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇതേ സെയിം കാറ്റഗറി അല്ലെങ്കിൽ ഇതേ പ്രൊഡക്റ്റിൻ്റെ സെയിം സ്പെക്ക് വെച്ചിട്ട് എനിക്ക് 3 പ്രൊഡക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് L1 ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ആ സാധനം എനിക്ക് ഓർഡർ, അതായത് ഞാൻ ബയ്യറാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ തരാൻ പറ്റും. അപ്പോൾ അതിലുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിഫിക്കേഷൻസ്, അതായത് ഫിൽറ്റേഴ്സ് ഉണ്ട്, ഗോൾഡൻ ഫിൽറ്റേഴ്സ് എന്ന് പറയും. ആ ഫിൽറ്റേഴ്സ് ബയ്യർ ചെയ്യുമ്പോൾ ആ കാറ്റഗറിയിൽ L1 ആരാണോ വരുന്നത് അവർക്ക് ആ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റാണ് ആ കാറ്റഗറി, അവർ ആ സ്പെസിഫിക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ L1 വരുന്നതെങ്കിൽ 10 ലക്ഷം വരെയുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഓർഡർ ഡയറക്റ്റ് കിട്ടും. ഡയറക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു 10 ലക്ഷം രൂപയുടെ ഓർഡർ വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. നമുക്കൊരു 10 ലക്ഷം രൂപയുടെ ഓർഡറിന് ബിഡ് പോലും ചെയ്യേണ്ട. നമ്മളെ ബയ്യർക്ക് താല്പര്യപ്പെടുവാണ്, നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട 9,50,000 അല്ലെങ്കിൽ 9,99,999 എന്നുള്ളൊരു നമ്പറിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റാണ് അതിൽ L1 കാണണമെങ്കിൽ എനിക്ക് അവർക്കത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പക്ഷേ
അതിൻ്റെ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ 3 പേരുണ്ടായിരിക്കണം, 3ഉം ഡിഫറെൻറ്റ് ബ്രാൻഡ് ആയിരിക്കണം, 3 പേരും ഒ ഇ എം. അതായത് ഇപ്പോൾ ഞാനൊരു ഒ ഇ എമ്മിന് എനിക്ക് ചിലപ്പോൾ 2 ബ്രാൻഡ് ഉണ്ടാവും, ആ ബ്രാൻഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഡിഫറെൻറ്റ് ഒ ഇ എം ആയിരിക്കണം, ഡിഫറെൻറ്റ് ബ്രാൻഡ് ആയിരിക്കണം. അങ്ങനെ 3 ഐറ്റം കമ്പാരിസന് കിട്ടുവാണ്. ആ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഞാനാണ് L1 എങ്കിൽ 10 ലക്ഷം രൂപയുള്ള പർച്ചേസ് എൻ്റെ നിന്ന് മേടിക്കാൻ ഗവൺമെൻറ്റിന് പറ്റും. അതാണ് ഡയറക്റ്റ് പർച്ചേസ് L1 കമ്പാരിസൺ അപ് ടു 10 lakhs. അപ്പോൾ ഡയറക്റ്റ് പർച്ചേസ് 2 ഓപ്ഷൻ പറഞ്ഞു. 50,000 വരെയുള്ള പർച്ചേസ് എളുപ്പമാണ്, 10 ലക്ഷം വരെയുള്ളത് കമ്പയർ ചെയ്തിട്ടേ മേടിക്കാൻ പറ്റുള്ളൂ. 10 ലക്ഷം മേളിലേക്ക് വരുന്ന ഏതൊരു ടെൻഡറും ഏതൊരു ബിഡും നമുക്ക് കമ്പാരിസൺ അല്ല, അതായത് ബിഡിലേക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 10,50,000 വരുന്ന എസ്റ്റിമേറ്റഡ് വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ്, അതായത് 10,50,000 പർച്ചേസ് വരുന്നുണ്ടെങ്കിൽ എനിക്കത് ബിഡ് ചെയ്തേ പറ്റുള്ളൂ, ബിഡ് ചെയ്യണം. അതിന് കമ്പാരിസണോ ഡയറക്റ്റ് പർച്ചേസോ പറ്റില്ല. പക്ഷെ അപ്പോഴും പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ബിഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ ടെൻഡർ അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് പോർട്ടലുകളിൽ നിന്ന് അല്ലെങ്കിൽ സാധാ ടെൻഡർ പോർട്ടലിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ പറയുന്ന പോർട്ടലുകളിലൊന്നും നമുക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റിനെ ആദ്യം ഷോക്കേസ് ചെയ്യേണ്ട. പക്ഷേ ജെമ്മിൽ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ നമുക്കുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചാൽ മാത്രമാണ് നമുക്കത് ബിഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ആവശ്യം എന്ന് പറയുന്നത് നമ്മളെ പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബിഡിങ്ങിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് മോഡ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് ത്രൂ ജെം എന്ന് പറയുന്നത്. പല രീതിയിലുള്ള പർച്ചേസാണ്, അതായത് 2 തരത്തിലാണ്. അതിനെ 3 ആക്കാം. അതായത് ഡയറക്റ്റ് പർച്ചേസിനെ 2 ആക്കുമ്പോൾ ടോട്ടലി 3. ഡയറക്റ്റ് പർച്ചേസ് 50,000 വരെ കമ്പാരിസൺ ഒന്നുമില്ല, L1 ആയി നമ്മുടെ പ്രൊഡക്റ്റിന് ഇഷ്ടപ്പെട്ടവർക്ക് മേടിക്കാം. ഡയറക്റ്റ് പർച്ചേസ് കമ്പാരിസണിൽ 10 ലക്ഷത്തിൽ നമ്മൾ L1 ആയാൽ മാത്രമാണ് നമ്മളിത് മേടിക്കാൻ പറ്റുള്ളൂ. ബിഡിൽ അങ്ങനെയല്ല, ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ബിഡ് ചെയ്യാൻ പറ്റും. പിന്നെ ലിസ്റ്റ് ചെയ്യാത്ത പ്രൊഡക്റ്റുകളെ ബിഡ് ചെയ്യുന്നുണ്ട്, അതിനെ കസ്റ്റം ബിഡ് അല്ലെങ്കിൽ BOQ ബിഡ്സിലൊക്കെ വരും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യാതെ തന്നെ ബിഡ് ചെയ്യാൻ പറ്റും. അത് കൂടുതലും നമ്മുടെ പ്രൊഡക്റ്റ്, അതായത് എല്ലാ കാറ്റഗറിയും ജെമ്മിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ജെമ്മിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന കാറ്റഗറീസിനെ ഇല്ലാത്ത കാറ്റഗറി, അതായത് ഇപ്പോൾ ചൂല് ഉള്ളത് കൊണ്ടാണല്ലോ ചൂല് മേടിക്കാൻ പറ്റുന്നത്. ചൂലില്ല, അല്ല നമ്മുടെ വേറൊരു പ്രൊഡക്റ്റ്, ഞാൻ ഉണ്ടാക്കുന്നൊരു പ്രൊഡക്റ്റ് ജെമ്മിൽ ലിസ്റ്റ് അല്ല, അപ്പോൾ മേടിക്കാൻ വേണ്ടിയുള്ള ബയ്യർക്ക് ഓപ്ഷനാണ് BOQ ബിഡ് അല്ലെങ്കിൽ കസ്റ്റം ബിഡ്. 2 ടൈപ്പ് ഓഫ് ബിഡ്. അതിൽ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട. അതിൽ വരുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ബിഡ് വന്നാൽ നമുക്ക് മാനുഫാക്ചർ ആണെങ്കിൽ മാനുഫാക്ചർ ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് നമുക്ക് ബിഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ജെമ്മിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ, നമുക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് ജെമ്മ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജെമ്മിൻ്റെ ഒരു ഓവർവ്യൂ. ഇതിൽ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് പറയാം. അതായത് ഇതിൽ നമുക്ക് എവിടെയൊക്കെ നമുക്ക് ജെമ്മിനെ കുറിച്ച് പഠിക്കാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ്റെ പാർട്ട് ഞാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞിരുന്നു. ഈ PPT, അതായത് ഈ PPT ഗവൺമെൻറ്റിൻ്റെ PPT ആണ്, ജെമ്മ് തന്നെ ഇട്ടേക്കുന്നതാണ്. ഈ ഒരു PPT മാത്രമാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഇത് ഗവൺമെൻറ് PPT ആണ്. ഇത് എല്ലാവർക്കും അക്സസിബിൾ ആണ്, ഈവൻ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വരെ അക്സസിബിൾ ആണ്. ഇത് അക്സസ് ചെയ്യുന്നത് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതെവിടെയാണ് അക്സസ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മുടെ ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ് gem.gov.in എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ താഴത്ത് ഇതിൽ തന്നെ ഏറ്റവും താഴത്ത് ട്രെയിനിങ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രെയിനിങ് മൊഡ്യൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബയ്യർ, സെല്ലർ, ആഡ് ഓൺസ് എന്ന് വരും. ഈ സെല്ലർ, സർവീസസ് ആൻഡ് സർവീസ് പ്രൊവൈഡർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് താഴ്ത്തു വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന PPTകളെല്ലാം അവൈലബിൾ ആണ്. ഇതിൽ കൃത്യമായിട്ട് അവർ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. അതായത് ഞാനിവിടെ കാണിച്ച PDF ആണ്. നേരത്തെ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഗവൺമെൻറ് ഡിസേബിൾ ചെയ്തേക്കുവാണ്. മേ ബി പല ആൾക്കാരും ഇത് ഡൗൺലോഡ് ചെയ്ത് ദുരുപയോഗം ചെയ്യുന്നെന്ന് തോന്നുന്നുണ്ടാവാം, എനിക്കറിയില്ല അതിനെക്കുറിച്ചുള്ള ടെക്നിക്കാലിറ്റി. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഓപ്ഷൻ ഇല്ല ഡൗൺലോഡ് ചെയ്യാൻ, പക്ഷേ നമുക്ക് ഇവിടെ വന്നിട്ട് അസസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അവർ ഓരോ പാർട്ടിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, രജിസ്ട്രേഷൻസ് എങ്ങനെ ചെയ്യണം, പ്രൊഫൈൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ, അതായത് നമുക്കിവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ജെമ്മിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനുള്ള PPTs അവൈലബിൾ ആണ്. കാറ്റലോഗ് എങ്ങനെ മാനേജ് ചെയ്യാം, എന്താണ് കാറ്റലോഗ്, ബിഡിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഓർഡർ എങ്ങനെ ഫുൾഫിൽമെൻറ്റ് ചെയ്യാം, നമ്മുടെ ബിഡ് പാർട്ടിസിപ്പേഷൻ, റിവേഴ്സ് ഓപ്ഷൻ പാർട്ടിസിപ്പേഷൻ, എങ്ങനെ PVG ചെയ്യാം, സെല്ലർ രജിസ്ട്രേഷൻ അക്കൗണ്ട്,
സെക്കൻഡറി യൂസർ എങ്ങനെ എടുക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, കോഷൻ മണി, ഇതിനെക്കുറിച്ചുള്ള എല്ലാ, കോഷൻ മണി ഇപ്പോൾ വേവർ ചെയ്തു, നേരത്തെ കോഷൻ മണി ഉണ്ടായിരുന്നു, ഇപ്പോൾ വേവർ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ ഞാൻ പറയാം, ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇത് 2020 ഇൻ്റർഫേസ് ഒക്കെ വെച്ചിട്ടാണ്. പക്ഷേ ബേസിക് നോളജ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇൻ്റർഫേസിൽ വന്നിട്ടുണ്ട് അപ്ഡേഷൻ്റെ ഭാഗമായിട്ട്. പക്ഷേ എന്നാലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്കൊരു ഒത്തൻറ്റിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഉണ്ട്, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ പലരും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ട്രെയിനിങ്സ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ഇ ലേണിംഗ്, അതായത് ഇപ്പോൾ ട്രെയിനിങ് മൊഡ്യൂൾ സെക്കൻഡ് കാണിച്ചത് ട്രെയിനിങ് മൊഡ്യൂളാണ് ഇപ്പോൾ കാണിച്ചത്. നമ്മൾ ജെമ്മിൽ വരിക, ജെമ്മിൽ വന്ന് താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രെയിനിങ് മൊഡ്യൂൾസ് ഉണ്ട്. ഈ ട്രെയിനിങ് മൊഡ്യൂൾസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ സെല്ലേഴ്സ് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ എല്ലാം PPTs അവൈലബിൾ ആണ്. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വീണ്ടും ജെമ്മിൽ തന്നെ താഴത്ത് നമുക്ക് ഈ ലേണിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ട്രെയിനിങ് കലണ്ടേഴ്സ് ഉണ്ട്, അത് ഓൺലൈനായിട്ട് ട്രെയിനിങ് ഗവൺമെൻറ് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് ഞെക്കിക്കഴിഞ്ഞാൽ ട്രെയിനിങ് കലണ്ടേഴ്സ് കിട്ടും. ഈ ട്രെയിനിങ്ങിൽ ഓരോ മാസത്തിൽ ഓരോ ഇതിനകത്ത് ഇതേപോലെ വെബിനാർസ് ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ഈ വെബിനാറിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഇത് ഗവൺമെൻറ് ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് ഓരോ ആൾക്കാർ ഇതിനകത്ത് വെബിനാർസ് നടത്തുന്നത്, അത് ഗവൺമെൻറ് ഡയറക്റ്റ് നടത്തുന്നതാണ്, ജമീൻ നടത്തുന്ന. ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിനകത്ത് നമുക്ക് അവർ ഒരു എക്സ്പ്ലനേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ഇൻറ്ററാക്റ്റീവ് ട്രെയിനിങ് കോഴ്സ്. അതിൽ നമ്മൾ ഞെക്കുമ്പോൾ ദിസ് ലിങ്ക് ടു ഓപ്പൺ ന്യൂ ടാബ് എന്ന് കാണിക്കും. ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അതിലത് ഇൻറ്ററാക്റ്റീവ് കോഴ്സ്, അതായത് നമുക്ക് ഓരോ പാർട്ടിൽ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് അവർ കാണിക്കും. അതൊരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ ഒരു ഐറ്റമാണ്. നമുക്ക് അതിനകത്ത് എങ്ങനെയാണെന്ന് അവർ കാണിക്കും. നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് നമ്മൾ ഉത്തരം ക്ലിക്ക് ചെയ്യണം. അത് തെറ്റാണെങ്കിൽ അവർ വീണ്ടും റിവൈസ് ചെയ്യാൻ പറയും. അങ്ങനെ ഓരോ മൊഡ്യൂൾസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഓപ്ഷനും ഗവൺമെൻറ് തരുന്നുണ്ട്. അതായത് ഇതിനകത്ത് 6 കോഴ്സുണ്ട്. ഈ 6 കോഴ്സിൽ ഈ പറയുന്ന കാര്യങ്ങൾ, സെല്ലർ രജിസ്ട്രേഷൻ, കാറ്റലോഗ് മാനേജ്മെൻറ്റ്, ബിഡ് RA പാർട്ടിസിപ്പേഷൻ, ഓർഡർ ഫുൾഫിൽമെൻറ്റ്, ഫോർവേഡ് ഓപ്ഷൻ, വിവാദ് സേ വിശ്വാസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇവർ ട്രെയിനിങ് തരുന്നുണ്ട്. ഇതാണ് ഗവൺമെൻറ്, ഇതെല്ലാം ഫ്രീ ആയിട്ട് ഗവൺമെൻറ് എല്ലാ സെല്ലേഴ്സിനും വേണ്ടി ചെയ്യുന്നതാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ഇത്രയും ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് ഇതിനെക്കുറിച്ച് പഠിക്കുക. ഞാനും കൂടുതൽ പഠിച്ചതെല്ലാം ഇതുവഴിയൊക്കെ തന്നെയാണ്. നമുക്ക് ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സ്, അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ട് ജെം ട്രെയിനിങ്ങിന് വേണ്ടി. അത് കൂടുതലും ബയ്യർ സപ്പോർട്ടാണ് അവർക്ക് പറയുന്നത്. നമ്മുടെ കേരള ലക്ഷദ്വീപ് ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് അവൈലബിൾ ആണ്. മനേഷ് സാറും വിവേക് സാറുമാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ബിസിനസ് ഫെസിലിറ്റേറ്ററും ട്രെയിനറും. അവരുടെ നമ്പറെല്ലാം അവൈലബിൾ ആണ്. അവരെ സംശയങ്ങൾക്ക് വിളിക്കാം, പക്ഷേ കൂടുതൽ അവർ ബിസി ആയിരിക്കും. അതേപോലെ അവർക്ക് ബയ്യർ സപ്പോർട്ടാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗവൺമെൻറ് തന്നെ സെല്ലറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലുള്ളത്. പിന്നെ ഉള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് എ ജോസഫ് ആൻഡ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ പല സർവീസസുകളും ജെമ്മിൽ ചെയ്യുന്നുണ്ട്. ജെം രജിസ്ട്രേഷൻസ്, പ്രൊഡക്റ്റ് കാറ്റലോഗ്, ബിഡ് RA പാർട്ടിസിപ്പേഷൻ, ഡയറക്റ്റ് പർച്ചേസ്, OEM പാനൽ ഹാൻഡ്ലിംഗ്, റീസെല്ലർ മാനേജ്മെൻറ്റ്, വെണ്ടർ അസസ്മെൻറ്റ്, എക്സംഷൻസ്, വെണ്ടർ അസസ്മെൻറ്റ് പ്രോസസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തൻറ്റിക്കായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെയാണ് കിട്ടേണ്ടതെങ്കിൽ ഇവിടെ ഗവൺമെൻറ്റിൽ നിന്ന് ഓൾറെഡി ഇത്രയും ഡാറ്റാസ് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നതും. ഇവിടെ ഡാറ്റ ട്രെയിനിങ് മൊഡ്യൂൾസ് ഉണ്ട്, ട്രെയിനിങ് കലണ്ടേഴ്സ് ഉണ്ട്, LMS ഉണ്ട്, ഇൻറ്ററാക്റ്റീവ് ട്രെയിനിങ് കോഴ്സസ് ഉണ്ട്. അതുകൂടാണ്ട് നമുക്കിവിടെ ഒരു FAQ ഉണ്ട്. ഈ FAQയിൽ നമുക്ക് ഉള്ള സംശയങ്ങൾ ഇവിടെ നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് ടോപ്പ് ക്വയറീസിൽ നമുക്ക് കിട്ടും. അതുപോലെ സെല്ലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കുറച്ച് ചില സമയത്ത് ജെമ്മ് സ്ലോ ആണെങ്കിൽ പോലും എഫക്റ്റീവ് പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ എല്ലാ ഡാറ്റാസും ഒത്തൻറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് രജിസ്ട്രേഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന FAQs നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അസസ്മെൻറ്റിലെ സംശയങ്ങൾ FAQs ഇവിടെ ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. നമുക്ക് ഇതിനെല്ലാം ഇവിടെ തന്നെ ഉത്തരങ്ങളുണ്ട്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോം തന്നെ ഭയങ്കര ഒരു എഫക്റ്റീവ് പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് എല്ലാ ഉത്തരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് ജെമ്മിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ജെമ്മ് അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള
പാർട്ടിസിപ്പേഷൻസ് ഭയങ്കര കുറവാണെന്നാണ് നിലവിലെ ജെമ്മി എന്നുള്ള പറയുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം MSME തൃശ്ശൂരിൽ മീറ്റ് ഉണ്ടായിരുന്നു. അതിലും ജെമ്മിൻ്റെ ഒഫീഷ്യൽസ് വന്ന് പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻസ് കുറവാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഈവൻ മാനുഫാക്ചർക്കാണെങ്കിൽ പോലും നമ്മുടെ ക്വാഡ്രൻസ് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് റീസെലറായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ മാനുഫാക്ചറായിട്ട് ചെയ്താൽ അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്കിത് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് മാനുഫാക്ചറാണ്, നമുക്ക് വിൽക്കാൻ താല്പര്യമില്ല, നമുക്ക് റീസെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് വിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഗവൺമെൻറ് ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇതിനകത്ത് ഗവൺമെൻറ്റിൽ ഫീസ് വരുന്നതെന്ന് പറയുന്നത്, നമ്മളൊരു ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ മേളിൽ വരുന്ന ടെൻഡർ നമുക്ക് അവാർഡായാൽ ആ ഓർഡറിൻ്റെ 0.3% റവന്യൂ പോളിസിയുടെ പ്രകാരം ജെമ്മിലേക്ക് അടയ്ക്കേണ്ടി വരും. ആ ഒരു ഫീസ്, അതായത് ടെൻഡർ അവാർഡായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ചാർജ് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് ജെമ്മിലേക്ക് അടയ്ക്കേണ്ടി വരും. പിന്നെ വരുന്നത് ഡയറക്റ്റ് പർച്ചേസിനൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ വരുന്നത് ജെമ്മ് വഴി നമ്മൾ 20 ലക്ഷം രൂപയുടെ ടേൺ ഓവർ, ജെമ്മിലുള്ള ടേൺ ഓവർ ആട്ടോ പറയുന്നത്. ജെമ്മ് വഴി ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 20 ലക്ഷം രൂപ മേളിൽ ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ 10,000 പ്ലസ് GST നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരും. അത് വൺ ടൈം ആണ്. അതായത് 20 ലക്ഷം കവറാകുമ്പോൾ നിങ്ങൾക്ക് ആ ഇൻവോയ്സ് വരും. അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ 1 കോടി ചെയ്താലും 10 കോടി ചെയ്താലും പിന്നെ വേറെ വരില്ല. പിന്നെ ഓർഡർ ബേസ്ഡ് ആണ്. അതായത് 10 ലക്ഷം മേളിലേക്കുള്ളതിന് 1 കോടിക്ക് 30,000 രൂപ, അതാണ് 0.3% നമ്മൾ ഗവൺമെൻറ്റിൽ ജെമ്മിലേക്ക് അടയ്ക്കേണ്ടി വരും. ഇതാണ് ജെമ്മിൻ്റെ ഫീസ് വരുന്നുള്ളൂ. ബാക്കി ജെമ്മിലുള്ള ട്രെയിനിങ്ങുകളെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ജെമ്മ് ഇത്രയും ഫെസിലിറ്റീസ് തന്നുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്കിത് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് നിതിൻ ജോസഫ് എന്നാണ്. ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. എനിക്കൊരു സർട്ടിഫിക്കേഷനുണ്ട്, PMI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ. PMB എന്ന് പറയുന്നൊരു സർട്ടിഫിക്കേഷൻ എനിക്ക് നിലവിലുണ്ട്, പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ എൻ്റെ ഒരു സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി ഇനി കീഡി എന്നുള്ള കാര്യങ്ങൾ കീഡി എന്ന് പറയുന്നതായിരിക്കും. ഹലോ സർ. ഹായ് സാർ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് കുറച്ച് ടൈം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ സാർ? പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് റഫീഖ് എന്നാണ്. ഞാൻ ID ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനമാണ് നടത്തുന്നത്. പറഞ്ഞോളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഇന്റീരിയർ വർക്കുകളും ഉണ്ട്. അതായത് ഫ്രം സീലിംഗ് ടു ബോട്ടം, ഫ്ലോറിംഗ്, കംപ്ലീറ്റ് ഫ്ലോറിംഗ്, അതുപോലെ സീലിംഗ്, അതുപോലെ കംപ്ലീറ്റ് ഇന്റീരിയർ സൊല്യൂഷനാണ് ഞങ്ങൾ നൽകുന്നത്. അപ്പൊ ആക്ച്വലി ഇതൊരു സർവീസ് പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ജെമ്മിൽ അതിനകത്തൊരു പോസിബിലിറ്റി ഉണ്ടോ ഞങ്ങൾക്ക് ഈ ഇന്റീരിയർ ഡിസൈൻ? നമ്മൾ പറഞ്ഞല്ലോ, അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്തത്. കാരണം പ്രൊഡക്റ്റിലാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. സർവീസസിൽ നമ്മളിവിടെ വന്നിട്ട് നമുക്കിവിടെ സർവീസസിൽ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ സർവീസസ്, ഇപ്പോൾ പ്രൊഡക്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ സർവീസസിൽ വന്ന് നമുക്കൊന്ന് റിസർച്ച് ചെയ്യണം. അതായത് നമുക്കിവിടെ സർവീസസ് ഉണ്ടോ, ഇപ്പോൾ ഈ ഇൻറ്റീരിയർ എന്നുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഇൻറ്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ളത് ഇതിനകത്തൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാം ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഗവൺമെൻറ് കീഴിൽ വരുന്ന ഇപ്പോൾ ബാങ്ക് ഉൾപ്പെടെ, SBI ഉൾപ്പെടെ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, SBI, ഇവരെല്ലാവരും ഈ പറയുന്ന ഒരു ഔട്ട്ലെറ്റ് വരുമ്പോൾ ഇൻറ്റീരിയർ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് ഇൻറ്റീരിയർ വർക്ക് ഇതുവഴി വിളിക്കണമെങ്കിൽ ഇതുവഴി വിളിക്കാം. അതിന് കാറ്റഗറി ഇല്ലെങ്കിൽ അവർക്ക് കസ്റ്റം ബിഡ് ഫോർ സർവീസസ് എന്ന് പറഞ്ഞൊരു കാറ്റലോഗ് യൂസ് ചെയ്തിട്ട് അവർക്ക് ആ ഇൻറ്റീരിയറിൻ്റെ കൊട്ടേഷൻ ജെം വഴി വിളിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആ ജെമ്മിൽ നിങ്ങൾക്ക് ആ പറയുന്ന കാറ്റലോഗ് നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ സർവീസ് പ്രൊവൈഡറുടെ ഇതിൽ പോയിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ, ശരിയല്ലേ? അല്ല, രജിസ്ട്രേഷൻ എല്ലാം, അതായത് നമ്മൾ പറഞ്ഞ, അതായത് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒറ്റ രീതിയാണ്. ജെം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡർക്കാണെങ്കിലും അതേപോലെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ആളാണെങ്കിലും സെയിം ക്രൈറ്റീരിയ ആണ്. നമ്മൾ ബിഡ് ചെയ്യുന്ന സമയത്ത്, അതായത് സർവീസ് പ്രൊവൈഡറിൻ്റെ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ച ഇത് വിസിബിൾ അല്ലേ ഇതിൽ, അതായത് നമ്മൾ ഈ കാറ്റലോഗ് അഡീഷനിലാണ് ഡിഫറൻസ് വരുന്നത്. അതായത് സർവീസ് കാറ്റലോഗ് നമ്മൾ ആഡ് ചെയ്യണം, പ്രൊഡക്റ്റ് കാറ്റലോഗ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളതിന് പറയുകയാണെങ്കിൽ നമ്മൾ കാറ്റലോഗ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സർവീസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ AC സർവീസസ് ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എയർ കണ്ടീഷണർ ഉണ്ടോ, ആനുവൽ മെയിൻ്റനൻസ് സർവീസ് ഫോർ സെൻട്രലൈസ്ഡ്, അങ്ങനെ ഒരു സർവീസ് ഓൾറെഡി ജെമ്മിലുണ്ട്. അപ്പോൾ ഞാൻ ആ കാറ്റലോഗ് ആഡ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കാറ്റലോഗ് ബേസ്ഡ് ഏതൊരു ടെൻഡർ വീണാലും എനിക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എനിക്ക് ടെൻഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കാറ്റലോഗും നമുക്ക് സർവീസിലുള്ളവർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ AC ആഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റും, കാരണം അതിനകത്ത് സർട്ടിഫിക്കേഷൻസ് ഒന്നും ചോദിക്കാൻ വഴിയില്ല. പക്ഷേ സെക്യൂരിറ്റി സർവീസ് ചെയ്യുന്നവർക്ക് പസാര വേണമെന്ന് നിയമമാണ്. അപ്പോൾ ആ പസാര ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കാറ്റലോഗ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ മാൻ പവർ സർവീസസ് അത് ചെയ്യുന്നവർക്ക് ലിൻ നമ്പർ വേണം.
അതുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ESI PF വേണം. പക്ഷേ നിങ്ങളുടെ സർവീസസ് എന്ന് പറയുന്നത് ഇപ്പം ലിസ്റ്റഡ് അല്ലെങ്കിൽ പോലും ലിസ്റ്റഡ് അല്ലാത്തതിനെ വിളിക്കാൻ വേണ്ടിയാണ് കസ്റ്റം ബിഡ് ഫോർ സർവീസസ് എന്ന് പറയുന്ന കാറ്റലോഗ്. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അതുവഴി ബിഡ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം സാറേ, എൻ്റെ പേര് ജൈജു എന്നാണ്. ഞാനൊരു ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് നടത്തുന്നത്. എനിക്ക് പുതിയ പ്രൊഡക്റ്റ് ഞാൻ ഡിസൈൻ ചെയ്ത് പുതിയ പ്രൊഡക്റ്റ് നമ്മളെ ഈ ആ പ്രൊഡക്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ വേണോ അതോ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഓൾറെഡി ജെം എടുത്തിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് ഈ പ്രോസസ് ഒന്നും കഴിച്ചു. എന്താണ് പ്രൊഡക്റ്റ് എന്താണ് സാർ? ഇലക്ട്രോണിക്സ് ആണ്. ഇൻവെർട്ടർ. പുതിയ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏതാ സോളാർ ഇൻവെർട്ടറിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സോളാറിന്റെ ഒക്കെ പ്രൊഡക്റ്റുകൾ ഓൾറെഡി ജെമ്മിലുണ്ട്. ഇൻവെർട്ടർ ആണെങ്കിൽ ഇൻവെർട്ടർ എന്നടിച്ച് നമ്മൾ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ സോളാർ 2 ടൈപ്പ് ഉണ്ട്, ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്. അതായത് ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് KCB കൊടുക്കുന്നതാണ്. ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ KCB കൊടുക്കുന്ന ഡിവൈസ് പിന്നെ നമുക്കത് വേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ആ സെയിം പാനലിൽ തന്നെ നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഡിവൈസ്. ഇപ്പൊ ഇതിൽ ഞാനൊരു കാര്യം പറയാം, പെട്ടെന്ന് പറയാം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ സാർ നോക്കി അടിച്ച് കിട്ടിയില്ല, അതാണല്ലോ സാറിന്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ, അതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്, അവർക്ക് ബിഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ BOQ ബിഡായിട്ടോ അല്ലെങ്കിൽ കസ്റ്റം പ്രൊഡക്റ്റ് ബിഡായിട്ടോ വിളിക്കാം. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിനേക്കാളും കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. അപ്പോൾ അവർ ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റിനോട് സാമ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കസ്റ്റം ബിഡായിട്ട് അവർക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ടൈമിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിനെ വെച്ചിട്ട് നമുക്ക് ബിഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഓപ്ഷൻ അതാണ്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് പ്രൊഡക്റ്റ് ആണെന്നിരിക്കട്ടെ, അതായത് പുതിയൊരു പ്രൊഡക്റ്റാണ്, ഇതുവരെ ആരും ചെയ്തിട്ടില്ല, സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് വെണ്ടർ അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ടപ്പ് റൺവേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനും നമ്മുടെ കാറ്റഗറി, അതായത് അപ്പോൾ നമ്മുടെ കാറ്റഗറി ഈ പറയുന്ന ഇൻവെർട്ടറിൻ്റെ കീഴിലായിരിക്കില്ല, സ്റ്റാർട്ടപ്പ് റൺവേയുടെ കീഴിലുള്ള കാറ്റഗറിയുടെ കീഴിലായിരിക്കും. അതിൻ്റെ കീഴിൽ ചിലപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടെങ്കിൽ അതിനകത്തായിരിക്കും വരിക. അപ്പോൾ ആ കാറ്റഗറിയിൽ നമുക്ക് ആഡ് ചെയ്യാനും ഷോക്കേസ് ചെയ്യാനും പറ്റും. ഹലോ ഹലോ സാറിന് ക്ലിയർ ആണോ? ഹലോ സാർ. ഓക്കെ, ക്ലിയർ ആണ്. താങ്ക് യു. പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ. ഹലോ മാഡം കേൾക്കാം, പറഞ്ഞോളൂ. ഞാനൊരു ലേഡീസ് ഡ്രസ്സിന്റെ നിർമ്മാണമാണ് എനിക്കുള്ളത്. അപ്പൊ ഇതിലെങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യും? GST ഇല്ല എനിക്ക്. ചെറുതായിട്ടുള്ളൊരു ഷോപ്പാണ്, പക്ഷെ ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ ഡ്രസ്സുകളൊക്കെ എങ്ങനെ നമുക്ക് ഇതിൽ സെല് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കാനാണ്. അതായത് നമ്പർ ഇട്ടിട്ടുണ്ട് നമ്മള്. ഓക്കെ മാഡം, ഞാൻ പറയാം. അതായത് നമുക്ക് GST, അതായത് നമ്മുടെ ജെം പോർട്ടൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് GST ഒരു മാൻഡേറ്ററി ഐറ്റം അല്ല, ഒന്നാമത്തെ കാര്യം. കാരണം GST എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി അല്ല. കാരണം നമുക്ക് ഒരു ട്രേഡിങ് വരുവാണെങ്കിൽ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ, ഞാൻ ആക്ച്വലി സ്റ്റാറ്റ്യൂട്ടറി ആളല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, അസ്യൂം ചെയ്ത് പറയുന്നത്. എൻ്റെ ഓർമ്മയിൽ 40 lakhs വരെ ട്രേഡ് ചെയ്യണതിന് നിങ്ങൾക്ക് GSTയുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ടേൺ ഓവർ നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് GST ചെയ്യണം എന്ന നിയമം ജെമ്മിലില്ല. GST സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ജെമ്മിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ പ്രൊഡക്റ്റിനെ നമുക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പം മാഡത്തിൻ്റെ പ്രൊഡക്റ്റ് കൂടുതലും സ്റ്റിച്ചിങ് എന്ന് പറയുന്ന സർവീസസ് ഡിഫൻസിലൊക്കെ വരാറുണ്ട്. അതേപോലെ പല സ്കൂളുകളിൽ സ്റ്റിച്ചിങ് വരാറുണ്ട്, ഡിഫൻസിൽ വരാറുണ്ട്. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ടെൻഡറുകളെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് സ്റ്റിച്ചിങ്ങിൽ അവരെന്താണ് ചോദിക്കുന്നത്, ആ ക്രൈറ്റീരിയ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതുവഴി ബിസിനസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അങ്ങനെ മീൻസ് ഡ്രസ് മെറ്റീരിയൽ വിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ബ്രാൻഡായിട്ട് ലേഡീസിന്റെ ഡ്രസ്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്രാൻഡിങ് ട്രേഡ് നമ്പർ എടുത്തിട്ടുണ്ട്. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിലാണ് ബ്രാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട്. ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഏത് ക്വാഡ്രൻസിൽ വരുമെന്ന് കണ്ടുപിടിക്കണം. ആ ക്വാഡ്രൻസ് കണ്ടുപിടിച്ചിട്ട് ആ ക്വാഡ്രൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന കണ്ടോ, സാരി. ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്താണ്. ഇപ്പോൾ സാരി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാനിവിടെ സെർച്ച് ചെയ്തു. അത് Q3 പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ക്വാഡ്രൻറ്റ് 3 ആയതുകൊണ്ട് നമുക്ക് ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രാൻഡിൽ ഈ പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യാനും ഈ പ്രൊഡക്റ്റിനെ ഇതേപോലെ കാണിച്ച് ഷോ ചെയ്ത് നമുക്ക് ഇതിനെ ലിസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ എനിക്കറിയില്ല എന്താ പ്രൊഡക്റ്റ് എന്നുള്ളത്. ഇപ്പോൾ സൽവാർ ആണെങ്കിൽ ഡ്രസ്സുണ്ട്, ചുരിദാറുണ്ട്, കുർത്തിയുണ്ട്, അതേമാതിരി ടോപ്പ് ഉണ്ട്. സൽവാർ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ മാഡം പറഞ്ഞത് വെച്ചിട്ട് ഇതാണ് വരുന്നത്. സൽവാർ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. ഈ പറയുന്ന പ്രൊഡക്റ്റ് Q3 കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൽ തന്നെ ഈ പ്രൊഡക്റ്റ് റീസെല്ലറായിട്ട് ചെയ്യാൻ പറ്റും. മാനുഫാക്ചറായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ വെണ്ടർ അസസ്മെൻറ്റ് ചെയ്ത് നമ്മളെ മാനുഫാക്ചറായിട്ട് തെളിഞ്ഞാൽ മാത്രമേ നമുക്ക് മാനുഫാക്ചറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ റീസെല്ലറായിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇവിടെ ഷോക്കേസ് ചെയ്ത് വിൽക്കാൻ പറ്റും. അത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതിൽ വേണ്ടത് എന്തൊക്കെയാണ്?
അത് നമ്മൾ പറഞ്ഞു, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമ്മൾ ഈ സെല്ലർ ജേർണീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ്, ഇപ്പോൾ മാനുഫാക്ചറായിട്ട് ചെയ്യാനാണെങ്കിൽ ഈ പറയുന്ന സെല്ലർ ജേർണി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതല്ല റീസെല്ലറായിട്ട് ചെയ്യാനാണെങ്കിൽ ഈ പറയുന്ന ഫേസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആരെങ്കിലും കിട്ടും നമുക്ക് ഇതിന് ഹെൽപ്പ് ചെയ്തു തരാൻ? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൈവറ്റ് കൺസൾട്ടൻ്റ് ആണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. ട്രെയിനിങ്സ് ഒക്കെ എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ സാറിന്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി, മതി. കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലേ? ഓക്കെ ഓക്കെ. ജോസ് സാറേ, ഞങ്ങള് പ്ലേസ്മെന്റ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് ഓക്കെ സർവീസ് ആണ്. ഓക്കെ. അപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ ഒന്ന് പറഞ്ഞുതരാമോ സാറേ, എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്? സർവീസസിലാണ് വരുന്നത്. നമ്മുടെ അതായത് നമുക്ക് മാൻ പവർ സപ്ലൈ എന്ന് പറയുന്ന സർവീസസിലാണല്ലോ വരുന്നത്. മാൻ പവർ സപ്ലൈ എന്ന് പറയുന്ന സർവീസസ് നമ്മളിവിടെ സെർച്ച് ചെയ്യണം. ഈ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, മാൻ പവർ സർവീസസിൽ നമുക്ക് ലിൻ ഉണ്ടായിരിക്കണം, ലേബർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം, അതേപോലെ ESI PFൻ്റെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ പറയുന്ന സർവീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മാൻ പവർ സർവീസസ് എന്നുള്ളത് പല രീതിയിൽ വിളിക്കുന്നുണ്ട്. അതായത് ഫിക്സഡ് റെമ്യൂണറേഷനിൽ വിളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നത് കാണുന്നില്ലേ? ഫിക്സഡ് റെമ്യൂണറേഷൻ വിളിക്കുന്നുണ്ട്, മാൻഡേറ്റ് ബേസ്ഡ് വിളിക്കുന്നുണ്ട്, മിനിമം വേജസ് വിളിക്കുന്നുണ്ട്, ഔട്ട്സോഴ്സിങ് സർവീസസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ പല സർവീസസ് ആയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏതാണോ സർവീസസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഈ പറയുന്ന സർവീസസിൽ നമ്മൾ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത് നമ്മുടെ കാറ്റലോഗ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കാറ്റലോഗ് ആഡ് ചെയ്യണം. കാറ്റലോഗ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന ബിഡിങ്ങിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പല രീതിയിൽ വരാറുണ്ട്. ഈ പറയുന്ന മാൻ പവറിലെല്ലാം തന്നെ ലിൻ നമ്പർ, ESI PF ഇതെല്ലാം മാൻഡേറ്ററി ആണ്. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കാറ്റലോഗ് വാലിഡേറ്റ് ആവുള്ളൂ. കാറ്റലോഗ് വാലിഡേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബിഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഡയറക്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. പ്രൊഡക്റ്റിലാണ് ഡയറക്റ്റ് പർച്ചേസ് വരിക. സാറേ, ഇതിനകത്ത് നമുക്ക് ബെനിഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പം നമ്മൾ ഫിക്സഡ് റെമ്യൂണറേഷൻ ആണ്, അപ്പോൾ അവർ ഒരു ഫിക്സഡ് തരുവല്ലേ ചെയ്യുന്നത്, അത് നമ്മൾ ആസിറ്റീസ് എംപ്ലോയിക്ക് കൊടുക്കണ്ടേ? അല്ല, അങ്ങനെയല്ല. അതായത് ബിഡ് ചെയ്യുമ്പോൾ നമുക്ക് ബിഡിങ് ഓപ്ഷൻ വരും. ബിഡിങ് ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് അവർ നമ്മളോടത്ത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ്, അവർ പറയുന്ന പ്രീ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ, നമ്മൾ കാറ്റലോഗ് ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബിഡ് ചെയ്യാൻ അവസരം കിട്ടുവാണെങ്കിൽ നമ്മുടെ പ്രീ ക്വാളിഫിക്കേഷൻ എല്ലാം കൊടുക്കണം. നമുക്ക് റേറ്റഡ് ആണുള്ള ഒരു ഓപ്ഷൻ വരും. അതായത് നമ്മൾ എന്ത് റേറ്റിലാണ് ഇയാളെ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ റേറ്റ് ഇട്ട് കൊടുക്കുക. അതിൽ ആരാണോ L1 ആവുന്നത്, അതായത് ഇപ്പോൾ ഞാനും നിങ്ങളും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഇട്ട റേറ്റ് ആണ് L1 എങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. പക്ഷേ മിനിമം വേജസ് എന്ന് പറയുന്ന ഐറ്റത്തിൽ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു മിനിമം വേജസ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. ആ മിനിമം വേജസിൻ്റെ താഴോട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ആ ഫാക്ടർ ആയിരിക്കും, അതായത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ 3.85 എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. ആ ഫാക്ടറിൽ നമ്മൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ 3.85 ഫീസിബിൾ ആണെങ്കിൽ നമ്മൾ 3.85 ആയിരിക്കണം മിനിമം ഇടേണ്ടത്. ആ 3.85 എന്നുള്ളത് 3.84 ഇടാൻ പറ്റില്ല, അത് ഗവൺമെൻറ് നിയമമാണ്. അതാണ് മിനിമം വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റലോഗ് ബേസ്ഡ് ആണ് നമ്മുടെ ടെൻഡറിങ് സ്ട്രാറ്റജിയും വരുന്നത്. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് ഫിറോസ്. പിന്നെ ഈ ജമ്മില് ഈ ബിഡ് പ്രോസസിങ് കംപ്ലീറ്റ് പേയ്മെന്റ് വരെ എല്ലാ ഘട്ടവും ഈ ജമ്മിൽ ത്രൂ തന്നെയാണോ, അതല്ല ഏതൊരു ഘട്ടത്തിൽ ഇത് ഡയറക്റ്റ് മാനുവലായി പരിവർത്തിക്കുന്നുണ്ടോ? അതായത് ബിഡ് കഴിഞ്ഞാൽ പിന്നീട് ആസ് പെർ ബയ്യർ ആണ് നമ്മൾ ജമ്മിൻ്റെ ഓർഡർ പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ BPCL പോലത്തെ NIT അവർ ജമ്മു വഴി ടെൻഡറുകൾ ക്ഷണിക്കുന്നു, ജമ്മു വഴി ടെൻഡറുകളിൽ എടുത്ത് അവർ L1 കണ്ടുപിടിക്കുന്നു, ഓർഡർ പ്ലേസ് ചെയ്യുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പേയ്മെൻറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ ഉൾപ്പെടെ എല്ലാം BPCL വേറെ ഇഷ്യൂ ചെയ്തത് അത് അവരുടെ ERP വഴിയാണ് ചെയ്യുന്നത്. ഓഫ്ലൈൻ പേയ്മെൻ്റ് ആയിരിക്കും. അതായത് അവരുടെ എങ്ങനെയാണോ പേയ്മെൻറ്റ് പ്രോസസ്സ് അതുവഴിയായിരിക്കും. അത് അവർ ഇതുവഴി ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും പറയാറില്ല. പക്ഷേ ഡിഫൻസ് ചെയ്യുമ്പോൾ അതേപോലെ പല സ്ഥലത്തും വേറെ പല സ്ഥലത്തും ചെയ്യുമ്പോൾ അവർ പ്രൊഡക്റ്റ് നമ്മൾ ഇതുവഴി ചെയ്യുമ്പോൾ ഇതുവഴി തന്നെ അവർ നമുക്ക് ഓർഡർ തരികയും, ഓർഡർ മറ്റൊന്നും തരും, പക്ഷേ ഓർഡർ തരും. അതനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്നതും എല്ലാം ഇതുവഴിയായിരിക്കും. ഓഫ്ലൈൻ പേയ്മെൻറ്റും ഉണ്ട്, ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ട്. മാക്സിമം ആൾക്കാരും ഓഫ്ലൈൻ പേയ്മെൻറ്റ്സ് ആണ് ബയേഴ്സ് ചൂസ് ചെയ്യാറ്. അതായത് ജമ്മു വഴി പേയ്മെൻ്റ് അല്ല, ഓഫ്ലൈനായിട്ട് അവരുടെ എന്താണോ സിസ്റ്റം അതുവഴി ഓഫ്ലൈൻ, പക്ഷേ ഇൻവോയ്സും കാര്യങ്ങളെല്ലാം ജമ്മു വഴി. അപ്പോൾ പല രീതിയിൽ അത് ബയ്യർ ഡിപ്പെൻഡൻ്റ് ആണ്, നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. ജമ്മു ഇൻസിസ്റ്റ് ചെയ്യുന്നത് ജമ്മിക്കൂടെ തന്നെ ചെയ്യാനാണ്, പക്ഷേ ബയ്യർ ഡിപ്പെൻഡ് അപ്പോൺ ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഹലോ, പറഞ്ഞോളൂ. സർ, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബയ്യർക്ക് കാറ്റലോഗ് മാത്രം അയച്ചു കൊടുത്താൽ മതിയാവോ? അപ്പൊ അങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് റേറ്റ് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. അല്ല, അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയൊക്കെ വിൽക്കുന്നു എന്ന് നമ്മൾ എഴുതും. അതായത് ഇപ്പം ഞാൻ എൻ്റെ സ്ഥലം എറണാകുളം അമ്പലമുകളാണ്. എൻ്റെ പിൻകോഡ് 682302 എന്നാണ് എൻ്റെ ഓഫീസിൻ്റെ പിൻകോഡ്.
അപ്പോൾ നമ്മൾ ആ പിൻകോഡിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ബയ്യറിന് വേണ്ടത് 682.301 എൻ്റെ പ്രൊഡക്റ്റ് 682.302 ലോക്കല്ലേ, അപ്പോൾ എനിക്കത് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവരുടെ ബയ്യറിൻ്റെ ലൊക്കേഷനിൽ സെയിൽ ചെയ്യാൻ താല്പര്യപ്പെടുവാണെങ്കിൽ മാത്രമാണ് അവർക്ക് ആ സാധനം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആദ്യത്തെ റീസൺ. അതായത് ഈ പിൻകോഡ് കൊടുക്കുന്ന സമയത്ത് സാർ നമ്മള് പിൻകോഡ് എന്നല്ല, പിൻകോഡ് നമുക്ക് സെറ്റ് ചെയ്യാം. പിൻകോഡ് അതായത് ഒരു പിൻകോഡിൽ മാത്രം വേണമെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കൊരു ഡിസ്ട്രിക്റ്റിലേക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലേക്ക് സെറ്റ് ചെയ്യാം, അതല്ല പാൻ ഇന്ത്യ എനിക്ക് സെറ്റ് ചെയ്യാം. അതെൻ്റെ ഇഷ്ടമാണ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. അതായത് നമ്മളാണ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എവിടെ വിൽക്കണം എന്നുള്ളത്. അപ്പം നിങ്ങൾ വെച്ചേക്കുന്ന ലൊക്കേഷനിലായിരിക്കില്ല അവർക്ക് വേണ്ടത്. അതുകൊണ്ടാണ് കൺസൈനിയുടെ അവിടെ നിങ്ങളുടെ റേറ്റും അതേപോലെ സ്റ്റോക്കും കാണുന്നത്. ഓക്കെ സാർ. ഹലോ സർ. പറഞ്ഞോളൂ സാർ ഈ നമ്മളുടെ ഈ ഫുഡ് പ്രൊഡക്ട്സ് ഇതില് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? എന്താണ് പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രി എനർജി മിക്സ് പൗഡർ ആണ്. ഈ നട്ട്സ്, സീഡ്സ്, ഗ്രെയിൻസ് എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അല്ല, അപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജെമ്മ ലോഗിൻ ഒന്നും ചെയ്യാതെ നമ്മളിവിടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇങ്ങനത്തെ ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് കണ്ടോ, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അതിൻ്റെ കാറ്റഗറി Q3 ആണ്. അപ്പോൾ നിങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലിസ്റ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ അപ്പോൾ അതിന് നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ 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 സർ. ഓക്കെ. പറഞ്ഞോളൂ. ഒരു സോളാർ ഇന്റഗ്രേറ്റർ ആണ്. ആ. അപ്പൊ ഈ സോളാർ എങ്ങനെ ഇതിലെനിക്ക് രജിസ്റ്റർ ചെയ്ത് സോളാറിൻ്റെ ഇത് കണ്ടോ, കാറ്റഗറീസ് ഉണ്ട്. സോളാർ ലാമ്പ്, അതുപോലെ സോളാർ ഞാൻ സോളാർ ഇൻസ്റ്റാളർ ആണ്. അത് തന്നെ സാറേ. പവർ പ്ലാന്റ് ഇത് കണ്ടോ, പവർ പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു കീഴിൽ കാറ്റഗറി സോളാർ അടിച്ചപ്പോൾ ഇത് കണ്ടോ Q3 സോളാർ പവർ പ്ലാന്റ് റൂഫ് ഫോർ ഓൺ ഗ്രിഡ് സിസ്റ്റം 3 phase. ഓക്കെ, അതുപോലെ ഓൺ ഗ്രിഡ് സിസ്റ്റം സിംഗിൾ ഫേസ്. അപ്പോൾ നമ്മുടെ 3 phase ആണ് വേണമെങ്കിൽ 3 phaseൽ നമ്മൾ കയറിയിട്ട് ഈ പറയുന്ന പ്രൊഡക്റ്റ് നമ്മുടെ സ്പെസിഫിക്കേഷൻസ് ഇവിടെ ഉണ്ടാവും. നമ്മുടെ സ്പെസിഫിക്കേഷൻസ് ഇതിനകത്തൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. ഇത് Q3 ആയതുകൊണ്ട് തന്നെ നമുക്ക് റീസെല്ലറായിട്ട്, ഇപ്പോൾ മാനുഫാക്ചർ ആണെങ്കിൽ പോലും, അല്ല സാറിന് ട്രേഡർ ആണെങ്കിലും സാറിന് റീസെല്ലർ ആയിട്ടാണെങ്കിലും അൺബ്രാൻഡഡ് ആയിട്ടാണെങ്കിൽ പോലും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. സാറേ ഇതിന്റെ ട്രെയിനിങ് എങ്ങനെയാണ് സാറേ? അത് എവിടെ ആര് കോണ്ടാക്ട് ചെയ്താൽ കിട്ടും ഇതിന്റെ? ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ട്രെയിനിങ് കൊടുക്കുന്നത് ഇവിടെ നിലവിൽ അവൈലബിൾ ആണ്. ഇൻട്രാക്റ്റീവ് ട്രെയിനിങ് കോഴ്സസ് ഉണ്ട്, LMS ഉണ്ട്, ട്രെയിനിങ് കാലണ്ടേഴ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ഐറ്റം ട്രെയിനിങ് ഉണ്ട്. പിന്നെ ഇവിടെ ട്രെയിനിങ് മൊഡ്യൂൾ ഉണ്ട്. അതുകൂടാതെ നമ്മൾ പ്രൈവറ്റ് ഏജൻസിയാണ്, നമ്മളും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വേറെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ചാർജബിൾ ബേസിസ് ആണ്, ബാക്കിയെല്ലാം ഫ്രീ ഓഫ് ബേസിസ് ആണ്. സാറിന്റെ ട്രെയിനിങ് എവിടെ? എറണാകുളമാണോ? എറണാകുളം ആയിരിക്കും. ഓക്കെ, പറഞ്ഞോളൂ. നമ്മളിപ്പോ ഓതറൈസേഷൻ കോഡ് കിട്ടാൻ നമുക്ക് ലേറ്റ് ആയി, അതുകൊണ്ട് Q2 എന്നുള്ള കാറ്റഗറി മാറ്റിയിട്ട് നമ്മളിപ്പോ Q3 അൺബ്രാൻഡഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ സെയിം ഐറ്റം ഓതറൈസേഷൻ കോഡ് കിട്ടിയതിന് ശേഷം നമുക്ക് Q2 മാറ്റാൻ പറ്റുമോ? ആ ചോദ്യം തന്നെ തെറ്റാണ്. Q2 കാറ്റഗറി നമുക്ക് Q3 മാറ്റാൻ പറ്റില്ല. ഗജം ഒരു കാറ്റഗറി Q2 പറഞ്ഞിരിക്കണമെങ്കിൽ ആ കാറ്റഗറി Q2 ആയിരിക്കും. ഓക്കെ, അല്ല Q3 എന്നുള്ള കാറ്റഗറിയിൽ ഉള്ള പ്രൊഡക്റ്റ് പിന്നീട് നമുക്ക് ഓതറൈസേഷൻ കോഡ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ അൺബ്രാൻഡഡ് ആയിട്ട് നിലവിൽ ലിസ്റ്റ് ചെയ്തു എന്ന് വെക്കുക. ചെയ്യാം. നമുക്ക് അൺബ്രാൻഡഡ് ആയിട്ട് നിങ്ങൾ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്തു, നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നീൽക്കമലാന്നിരിക്കട്ടെ, നീൽക്കമലിൻ്റെ പ്രൊഡക്റ്റിൻ്റെ അത് കിട്ടിയില്ല. ഇപ്പോൾ ചെയർ Q3 ചെയറിൻ്റെ കഥയായിട്ട് പറയണേ. Q3 ചെയർ നിങ്ങൾക്ക് സമയത്തിന് കിട്ടിയില്ല, നിങ്ങൾ അൺബ്രാൻഡഡ് ആയിട്ട് നിങ്ങൾ പുതിയ കാറ്റലോഗ് ചെയ്തു, നിങ്ങൾ ലിസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് നീൽക്കമലിൻ്റെ പ്രൊഡക്റ്റ് കോഡ് കിട്ടുന്നത്. നിങ്ങൾക്ക് നീൽക്കമലിൻ്റെ പേരിൽ നിങ്ങൾക്ക് അതേ ചെയർ വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സെല്ലോൻ്റെ റീസെല്ലർ കോഡ് കിട്ടണമെങ്കിൽ സെല്ലോൻ്റെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. സർ, ഹലോ. ഹലോ. പറഞ്ഞോളൂ സാറേ. സർ, ഞാനൊരു ഫെർട്ടിലൈസർ റീറ്റെയിലറാണ്. എനിക്ക് ഇതിലേക്ക് നല്ല സ്കോപ്പ് ഉണ്ടോ എന്നുള്ള അറിയണം. സാറേ, ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഇവിടെ നോക്കണം. നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ അടിച്ചു നോക്കുമ്പോൾ ഫെർട്ടിലൈസർ നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ ചെക്ക് ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഇത് പ്രൊഡക്റ്റ് ഇല്ലെങ്കിലും ബിഡ് ചെയ്യും. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ബയ്യേഴ്സിനെ അറിയാമെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ അവർ ബിഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ സെർച്ച് ചെയ്യാം ഫെർട്ടിലൈസർ. അപ്പോൾ ആ സെർച്ച് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബിഡ് ചെയ്തെടുക്കാൻ പറ്റും.
ഇപ്പോൾ NPK ഫെർട്ടിലൈസർ കണ്ടോ, NPK ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ട്. Q3 കാറ്റഗറിയിലാണ്. അപ്പോൾ NPK ഫെർട്ടിലൈസർ ആണ് നിങ്ങൾ റീസെല് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അൺബ്രാൻഡഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബ്രാൻഡ്, അതായത് നിങ്ങളുടെ മാനുഫാക്ചറർ നിങ്ങൾക്ക് ഓൾറെഡി ഇതിനകത്ത് ജെമ്മിൽ മാനുഫാക്ചറായിട്ട് അസസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ റീസെല്ലർ കോഡ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ആ ബ്രാൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് റീസെല്ലറായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇതിപ്പോൾ റിമി ഗാർഡൻ എന്ന് പറയുന്ന എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവർ വെണ്ടർ അസസ്ഡ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അവർ റീസെല്ലറാണ് കണ്ടോ. അതായത് ഇവർ റീസെല്ലറാണ്, ഇവർ വെണ്ടർ അസസ്ഡ് ആണ്. പക്ഷേ നമ്മൾ വേറൊരു സാധനം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് റീസെല്ലർ അല്ല എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റീസെല്ലറാണ്, പക്ഷേ അവർക്ക് വെണ്ടർ അസസ്മെൻറ്റ് ചെയ്തിട്ടില്ല. അതാണ് അതിൻ്റെ റീസൺ. ഇവർ റീസെല്ലറാണ്, ഇവരെ വെണ്ടർ അസസ്ഡ് അല്ല. മനസ്സിലായോ? നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ട ആദ്യം. നമ്മുടെ പ്രൊഡക്റ്റ് ഏത് ക്വാഡ്രൻസിൽ വന്നെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ലോ എന്നുള്ള അറിയാൻ പറ്റുള്ളൂ. സാറേ ഞങ്ങൾ വരുന്നത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഈ CDSCO സർട്ടിഫിക്കറ്റ് അല്ലാതെ നമുക്ക് വേറെ എങ്ങനെയെങ്കിലും OEM വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ കിട്ടും ചെയ്യാം? ഓപ്ഷൻ ഇല്ല. ഇല്ല അല്ലെ, CDS തന്നെ വേണം. CDSC വേണ്ടി വരും. അതെ, ചില നമുക്ക് ട്രേഡ് മാർക്ക് മെഡിക്കലിലും അല്ല, ട്രേഡ് മാർക്ക് എന്നുള്ള നിങ്ങളുടെ ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റീസെല്ലർ ആയിട്ട് ചെയ്യാം അല്ലേ? റീസെല്ലറായിട്ട് ചെയ്യാൻ പറ്റും. ഏതാ ക്വാഡ്രന്റ് വരുന്ന ഏതാ പ്രൊഡക്റ്റ്? ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഓക്കെ, ക്വാഡ്രന്റ് നോക്കുക. Q3 നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. Q2 നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് ഓഡ് ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടില്ല, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടില്ല. ഓക്കെ, ഓതറൈസേഷൻ വാങ്ങി കഴിഞ്ഞാൽ റീസെല്ലർ ആയിട്ട് ചെയ്യാം. റീസെല്ലറായിട്ട് ചെയ്യാം. പക്ഷേ ഇതിനകത്തുള്ള മാനുഫാക്ചറർ ഓതറൈസേഷൻ വേണം. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സർ ഹലോ, എന്റെ പ്രോഡക്റ്റ് ഹാൻഡ് വാഷ് ജെൽസ് ആണ്. ഞാനത് ഞാൻ പുറത്ത് ഏജൻസിനെ കൊടുത്ത് അവര് മാനുഫാക്ചർ ചെയ്യണം എനിക്ക് വേണ്ടി. അപ്പൊ ഞാനത് മാനുഫാക്ചറർ ആണോ ഞാൻ റീസെല്ലർ ആയിട്ടാണോ? റീസെല്ലറായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മാനുഫാക്ചറായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റും അതുപോലെ നിങ്ങളുടെ കീഴിലാണ് ആ മാനുഫാക്ചറിങ് നടക്കുന്നതെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുഫാക്ചർ ആവാം. പക്ഷേ വേറൊരു പാർട്ടി അവരുടെ ബ്രാൻഡിൽ അവരുടെ ട്രേഡിൽ ചെയ്യുമ്പോൾ നമുക്കത് റീസെല്ലിംഗ് ഓപ്ഷൻസ് ആണ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഡീംഡ് OEM എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അത് ഇന്ത്യക്ക് പുറത്തുള്ള മാനുഫാക്ചർക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഡീംഡ് OEM. പക്ഷെ അതിൽ ഇന്ത്യൻ മാനുഫാക്ചർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അത്ര എനിക്ക് ക്ലാരിറ്റി ഇല്ല അതിൽ. ഹലോ, പറഞ്ഞോളൂ. സർ, ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗിൽ ആഡ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരുമോ? അത് ബുദ്ധിമുട്ടാണ്. കാരണം പ്രൊഡക്റ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ആ പ്രൊഡക്റ്റിനെ ചെയ്യണം. അതായത് നമ്മൾ ആ പ്രൊഡക്റ്റ് പല രീതിയിലാണ് ആഡ് ചെയ്യണത്. അതായത് പെയറിങ്, ക്ലോണിങ്, ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്യുക. 3 രീതിയുണ്ട്. ഇപ്പോൾ നിങ്ങളെ ഞാൻ എങ്ങനെ കാണിച്ചു തന്നാലും ഏറ്റവും ആദ്യം ഞാൻ കാണിക്കാൻ പോണ പെയറിങ് ആയിരിക്കും. അപ്പോൾ പെയറിങ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സെറ്റപ്പും ഉണ്ട്, അതേപോലെ ക്ലോണിങ് ഉണ്ട്, അതേപോലെ നമുക്ക് ആഡ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അല്ല, പക്ഷെ അതിപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഐറ്റം അറിയണ്ടേ, നമ്മുടെ കയ്യിൽ ആളുടെ പ്രൊഫൈൽ വേണ്ടേ, അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എൻ്റെ പ്രൊഫൈലിൽ ഞാൻ പ്രൊഡക്റ്റ് ആഡ് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഓർഡർ വന്നാൽ ഞാൻ വിൽക്കണ്ടേ. മനസ്സിലായോ? നമ്മളൊരു പ്രൊഡക്റ്റ് അങ്ങനെ ആഡ് ചെയ്തിടുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് നമ്മൾ പറയുകയാണ് ഞാൻ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ ഇട്ടേക്കുവാന്ന്. അപ്പോൾ ഞാനത് വിൽക്കേണ്ടി വരും എനിക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ എനോർമസ് എമൗണ്ട് ആയിട്ട് കിട്ടേണ്ടി വരും. ഓക്കെ സാറേ, ഒരു ചോദ്യം. പിന്നെ ഈ 3 തരം പർച്ചേസ് പറഞ്ഞല്ലോ, അതായത് ഒന്ന് ഡയറക്റ്റ് പർച്ചേസ്, പിന്നെ ബിഡ്. ഈ ഡയറക്റ്റ് പർച്ചേസ് എന്ന് പറയുന്ന 2 കാറ്റഗറിയിലും നമുക്ക് പ്രത്യേകിച്ച് ലിസ്റ്റ് ചെയ്യാന്നല്ലാത്ത മറ്റു റോളൊന്നും ഇല്ല. അതായത് ഒരു ഓർഡർ കിട്ടുന്നവരെ പിന്നെ അവർ ഡയറക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കിട്ടാന്നല്ലാതെ നമ്മൾക്കിപ്പം ഇതിൽ ഫോളോ ഞാൻ പറയാം. ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തെ സ്ട്രാറ്റജി, ഞാനിപ്പോൾ SBI ബാങ്കിൽ ചെല്ലുവാണ്, സാറിന് അവിടെ ആവശ്യമുള്ളത് എന്താണെന്ന് ഞാൻ ചോദിക്കുകയാണ്. അവർക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണം, അവർക്ക് ലോക്കൽ വെണ്ടറെ തന്നെ വേണം. നമ്മൾ സെല്ലേഴ്സ് ബുദ്ധിമുട്ടുന്ന പോലെ തന്നെ ബയ്യേഴ്സും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡൽഹിയിൽ നിന്നായിരിക്കും ആ പ്രൊഡക്റ്റ് തന്നെ അവർക്ക്, പക്ഷേ നിങ്ങളുടെ ചുറ്റിനുള്ള ആരെങ്കിലും മേടിക്കാനായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ പറയണം നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട്, അപ്പോൾ അവർക്ക് നമ്മളോട് താല്പര്യമുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് വാല്യൂയും അവരുടെ പ്രൊഡക്റ്റ് വാല്യൂയും മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ പറയും നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് തരൂ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിലും അതെല്ലാം വെച്ചിട്ട് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കാൻ പറ്റും. ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡയറക്റ്റ് പർച്ചേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്യോ? ഞാൻ ഇപ്പൊ ഷെയർ കാണുന്നുണ്ടല്ലോ. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വേണ്ടി ചെയ്യുമ്പോഴേ എന്തെങ്കിലും വേറെ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ?
മനസ്സിലായില്ല മാഡം. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ആണ്. അപ്പൊ നമുക്ക് ഫണ്ടൊക്കെ ഗവൺമെന്റ് അലോട്ട് ചെയ്യുന്ന സമയത്താണല്ലോ കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാവുമ്പോ അങ്ങനത്തെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അല്ല, ബയേഴ്സ് എല്ലാവരും ഗവൺമെന്റ് ആണ് ഇതിനകത്ത്, പ്രൈവറ്റ് ബയേഴ്സ് ഇല്ലല്ലോ. ഓക്കെ ഓക്കെ. ഹലോ സർ, പറഞ്ഞോളൂ. നമുക്ക് ഒരേ സമയം മാനുഫാക്ചററും അതുപോലെ തന്നെ റീസെല്ലർ ആവാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ചെയ്യാം. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞത് ഞാൻ പറയാം, എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു ഫർട്ടിലൈസർ മാനുഫാക്ചർ ആണെന്നിരിക്കട്ടെ, NPK പ്രൊഡക്റ്റിൻ്റെ. ഞാൻ മാനുഫാക്ചറാണ്, അത് ഞാൻ തെളിയിച്ചു, എനിക്ക് മാനുഫാക്ചറിങ് അസസ്മെൻറ്റ് കിട്ടി, ഞാൻ മാനുഫാക്ചറിങ് എൻ്റെ ബ്രാൻഡിൽ ചെയ്യുന്നു, പ്ലസ് ഞാൻ വേറൊരു ബ്രാൻഡ് ചെയ്യുന്നു, അതിൻ്റെ ഓതറൈസേഷൻ എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്കത് റീസെല് ചെയ്യാം. ഓക്കെ ഓക്കെ. അതാണ് ഞാൻ ഡയറക്റ്റ് പർച്ചേസിൽ പറഞ്ഞത്. ഒരേ OEM ആണെങ്കിൽ നമുക്കപ്പോൾ രണ്ടും നമ്മുടെ പ്രൊഡക്റ്റാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ലിസ്റ്റ് ചെയ്യാം ഏത് പ്രൊഡക്റ്റാണ് വിൽക്കേണ്ടതെന്ന് എൻ്റെ താല്പര്യം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ ഇമ്പോർട്ട് ചെയ്തൊരു പ്രൊഡക്റ്റ്, പുതിയൊരു പ്രൊഡക്റ്റ് ആണെന്നൊക്കെ. അപ്പൊ ഞാനത് ഈ ഏത് ക്വാഡ്രന്റ് ആണെന്ന് എനിക്ക് കൺഫ്യൂഷൻ. അപ്പൊ എനിക്ക് Q4 ആയിട്ട് എനിക്ക് നേരെ രജിസ്റ്റർ ചെയ്തൂടെ? അതല്ല പിന്നെ അവിടെ ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റ് അതായത് നമുക്ക് Q4 വരുന്ന ക്വാഡ്രന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ നമ്മളെ കാറ്റലോഗ് അഡീഷൻ ചെയ്യുമ്പോൾ ആസ് എ റീസെല്ലർ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതിൽ നമുക്ക് കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടാവും. ഈ കൺട്രി ഓഫ് ഒറിജിനിൽ ചൈന ഒഴിച്ച് ബാക്കി ഏത് രാജ്യവും നമുക്ക് ആഡ് ചെയ്യാം. ചൈനേനെ നമുക്ക് ലിസ്റ്റിങ്ങിലില്ല, അതായത് ചൈന പ്രൊഡക്റ്റുകളാണെങ്കിൽ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ബാക്കി ഏത് പ്രൊഡക്റ്റാണ് ഈ കൺട്രി ഓഫ് ഒറിജിൻ, ഇപ്പോൾ ജർമ്മനി പ്രൊഡക്റ്റ്, ഇപ്പോൾ ഞാനൊരു ഞാനൊരു ക്ലയൻറ്റിന് വേണ്ടി സേഫ്റ്റി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഗ്യാസ് ഡിറ്റക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് അവരുടെ പ്രൊഡക്റ്റ് ജർമ്മൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ കൺട്രി ഓഫ് ഒറിജിനിൽ ജർമ്മനും, അതേപോലെ നമ്മുടെ MIA പോളിസി, അതായത് ഇപ്പോൾ ബയ്യർ പറയുവാണ് എനിക്ക് മിനിമം ക്ലാസ് 2 പ്രൊഡക്റ്റ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് ഇവിടെ വന്ന് വാല്യൂഡേഷൻ നടത്തിയിട്ടുണ്ട്, 20% മിനിമം ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ ആ പ്രൊഡക്റ്റ് എനിക്ക് ആഡ് ചെയ്യാം. ഇനി 0% ആണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ അപ്പോൾ ബയ്യർ അതായത് MIA പോളിസി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ബിഡ് ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇന്നത്തെ ക്ലാസ്സും വളരെ ഇൻഫോർമേറ്റീവായ സാധനമാണ്. സാറിന് ഇവിടെ കിട്ടാത്തതാണ്. താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഇത് ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഇത്. നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമ്മുടെ അവൈലബിൾ ആണ്. നമുക്ക് മെസ്സേജ് എന്തെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ സർവീസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർവീസ് ചെയ്യുന്നതാണ്. സർ, ഇപ്പൊ എനിക്ക് അത് എന്റെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് നേരിട്ട് സാറിനെ കോൺടാക്ട് ചെയ്താൽ മതിയല്ലേ? നമ്മൾ സർവീസ് ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് പഠിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യാം. ഗവൺമെൻറ് അതിനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പൊ ട്രെയിനിങ് ഒക്കെ നിങ്ങൾ തന്നെയാണോ പ്രൊവൈഡ് ചെയ്യണേ? അതിനുള്ള നമ്മുടെ ട്രെയിനിങ് നമ്മളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ ട്രെയിനിങ്സ് ഞാൻ കാണിച്ചു തന്നല്ലോ, അങ്ങനെയാണ്. ഫീസ് എത്ര സാറ്? അത് നമുക്ക് അയച്ചാൽ മതി, നമ്മൾ ഡീറ്റെയിൽ അയച്ചു തരാം. എത്ര ദിവസത്തെ ഉണ്ടാവും ട്രെയിനിങ്? നമ്മൾ 2 days ട്രെയിനിങ്സ് കൊടുക്കുന്നത്. സാറേ, ഇന്നത്തെ ക്ലാസ്സിന്റെ PPT അയച്ചു തരുമോ? PPT ഞാൻ പറഞ്ഞല്ലോ, ഈ PPT എല്ലാം നമുക്ക് ജെമ്മിൽ അവൈലബിൾ ആണ്. എൻ്റെ PPT ആണോ ഉദ്ദേശിച്ചത്? ഈ PPT ആണോ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. ഓക്കെ, ഞാൻ കീഴിൽ സാറിൻ്റെ ഞാൻ ഷെയർ ചെയ്തോളാം. സാർ ഷെയർ ചെയ്യുമായിരിക്കും. ഹലോ. ഹലോ, പറഞ്ഞോളൂ. വുമൺസ് എന്റർപ്രണേഴ്സിന് എന്തെങ്കിലും സപ്പോർട്ടീവായി ഇതിലുണ്ടോ? അതായത് വുമൺ ഓണ്ടർപ്രണർഷിപ്പിന്, അതായത് നമ്മളിപ്പോൾ പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് പറയുവാണ്. ഈ പബ്ലിക് പ്രൊക്യൂർമെൻറ്റിൽ എപ്പോഴും റിസർവേഷൻസ് ഉണ്ട്. ഈ റിസർവേഷൻസ് എന്ന് പറയുന്നത് SC/STക്ക് ഒരു റിസർവേഷൻക്ക് ഉണ്ട് പെർസെൻറ്റേജ്. അതേപോലെ തന്നെ വുമൺ ഓണ്ടർപ്രണർഷിപ്പിനും ഈ പറയുന്ന റിസർവേഷൻസ് ഉണ്ട്. ചില ബിഡുകളിലെല്ലാം വുമൺ ഓണ്ടർപ്രണർഷിപ്പിന് പ്രിഫറൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്. അത് ആ പറയുന്ന ബിഡുകളിൽ മാത്രമായിരിക്കും വുമൺ ഓണ്ടർപ്രണർഷിപ്പിന് ബിഡിങ് പ്രിഫറൻസ് കിട്ടുക. ഈ MSME പ്രിഫറൻസ് പറഞ്ഞ പോലെ തന്നെ ബിഡിങ് പ്രിഫറൻസ് കിട്ടുക. പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതിൽ വുമൺ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ മിനിമം 51% ഓഫ് വുമൺ ഷെയർ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് വുമൺ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.
ഹലോ സാർ, പറഞ്ഞോളൂ. കേൾക്കാമോ? സാർ, ഞങ്ങളിവിടെ കൊച്ചിയിൽ തന്നെ ഇന്ത്യൻ ഓയിലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ കോൺട്രാക്ട് ബേസിസിൽ ഫാബ്രിക്കേഷനും ടാങ്ക് ഫാബ്രിക്കേഷൻ പൈപ്പ് ലൈൻ്റെ വർക്കൊക്കെ ചെയ്യണേ. അപ്പൊ നമുക്കത് ജെമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാം? അത് സർവീസിലാണോ ആഡ് ചെയ്യേണ്ടത്? നമ്മുടെ സർവീസിലാണ് വരിക. സർവീസിലാണ് വരിക അല്ലേ? അതെ, ഇന്ത്യൻ ഓയിലും അതേപോലെ IOC, BPCL, HOCL ഇങ്ങനെയുള്ള സർവീസുകൾ. കാരണം അവർക്ക് ഓരോ സർവീസും, അതായത് കൺസ്ട്രക്ഷൻ മെക്കാനിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ തവണ സർവീസ് വിളിക്കുമ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. അവരുടെ യുണീക്ക്നെസ്, അതായത് അവരുടെ സ്കോപ്പ് ഓഫ് വർക്ക് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരൊരു പ്രൊഡക്റ്റ് കാറ്റലോഗിൽ അല്ലെങ്കിൽ ഒരു സർവീസ് കാറ്റലോഗിൽ വിളിക്കുക എന്ന് പറഞ്ഞാൽ അവർ കസ്റ്റം ബിഡ് ഫോർ സർവീസസ് എന്ന് പറഞ്ഞൊരു കാറ്റലോഗ് ഉണ്ട്. ആ കാറ്റലോഗിലായിരിക്കും ഏറ്റവും കൂടുതൽ ബിഡ് വിളിക്കുക. ഇപ്പോൾ നിങ്ങൾ BPCLൻ്റെ ബിഡോ HOCLൻ്റെ ബിഡോ FACTയുടെ ബിഡോ എല്ലാം നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ടൈപ്പ് ഓഫ് ടെൻഡേഴ്സ് എല്ലാം വരുന്നത് കസ്റ്റം ബിഡ് ഫോർ സർവീസസിലായിരിക്കും. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബേസിക്കലി മെക്കാനിക്കലി ആണ്. ഓക്കെ, ഞങ്ങളിവിടെ കുറച്ച് സാധനങ്ങൾ ഇതുപോലെ തന്നെ പർച്ചേസ് ചെയ്ത് കൊടുക്കാറുണ്ട് കമ്പനി. അപ്പൊ നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളത് റീസെല്ലറായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ആഡ് ചെയ്യാം. നമുക്ക് ക്വാഡ്രൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്റ്റ് ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് റീസെല്ലറായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു. സാറ് ഡ്രസ് ഐറ്റംസ് ഒക്കെ നമുക്ക് ചെയ്യാവോ ജെമ്മിൽ കൂടി? ചെയ്യാലോ. ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചിരുന്നു, സൽവാറും ആണോ? സാരിയൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ആണോ? ആ, ചെയ്യാൻ പറ്റും നമുക്ക്. ഹലോ, പറഞ്ഞോളൂ. സാറേ, ഞങ്ങളുടെ ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റിന്റെ ബിസിനസ് ആണ്. അപ്പം ഞങ്ങൾ റീസെല്ലേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ പല ഐറ്റംസും മെയ്ഡ് ഇൻ ചൈന ആയിട്ടായിരിക്കും വരുള്ളൂ. അപ്പൊ നമുക്ക് ജിമ്മിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, ചൈന എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് റീസെല്ലിങ്ങിൽ കൊണ്ടുവരാൻ പറ്റില്ല. മീൻസ് ഇലക്ട്രോണിക് ഐറ്റംസും പല എന്ത് ഐറ്റം ആണെങ്കിലും ചൈന നമുക്ക് കൺട്രി ഓഫ് ഒറിജിൻ വെക്കാൻ പറ്റില്ല. ഇല്ല. സാറേ, നമ്മളുടെ ഈ ഫുഡ് ഐറ്റംസ്, ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ സാധാരണ ഇപ്പൊ ഗവൺമെന്റ് ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് കൂടുതൽ അത് ബൈ ചെയ്യണത്? അത് നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്യണം ജിമ്മിൽ. അതായത് നിങ്ങൾ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് നിങ്ങളുടെ ബിഡ്സിലെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ആരാണ് ഇത് കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും ഡിഫൻസിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. ഡിഫൻസ്, അതേപോലെ ഗവൺമെൻറ് വെൽഫെയർ അസോസിയേഷൻസ്, സ്കൂളുകൾ, അവരൊക്കെയാണ് കൂടുതലും ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ആരാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ബയേഴ്സ് എന്നുള്ളത്. അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ അവരുടെ ബിഡുകൾ നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ സാർ. സാറേ, ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വിളിച്ചാൽ മതി. ഓക്കെ സാർ. സാറേ, ഈ 2 days ക്ലാസ് ഓഫ്ലൈൻ അല്ലേ? ഓഫ്ലൈൻ ആണ്. വേറെ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. ഹലോ, പറഞ്ഞോളൂ. ഈ 2 days ക്ലാസ്സിന് നമ്മൾ എങ്ങനെ ഇതേപോലെ ഗൂഗിൾ മീറ്റിനാണോ അതോ കോൺടാക്ട് ചെയ്താൽ മതി മാഡം, കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ നമ്പർ തന്നിട്ടുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ തന്നെയാണ് എടുക്കുന്നത്? അതെ. ഓക്കെ സാർ, കീഴിൽ അത് സോ താങ്ക് യു നിതിൻ സാർ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും അത്യാവശ്യം കമന്റ് സെഷൻ വളരെ നിറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇതിന് മോർ ഡീറ്റെയിൽസിന് നിതിൻ സാറിനെ അല്ലെങ്കിൽ കീഴിനെ ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ കൂടുതൽ ക്ലാസ്സസ് ഇതിനു വേണ്ടി സെറ്റ് ചെയ്യുന്നതായിരിക്കും. കീഴ് നിങ്ങളെപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആൻഡ് താങ്ക് യു നിതിൻ സാർ. ആൻഡ് ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എൻ്റെ പേരും കീഴിൽ താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സാർ.